അത് അഭിമാനമുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. യഥാർത്ഥത്തിലൊരു കർഷക കുടുംബമാണ്. ഈ ചെത്ത് തൊഴിലാളിയുടെ മകനായി എന്നത് ഏതെങ്കിലും തരത്തിലൊരു അവമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. പിന്നെ സുധാകരൻ ബ്രണ്ണൻ കോളേജിൽ പഠിക്കാൻ വന്ന കാലം തൊട്ട് എനിക്കറിയാവുന്നതാണ്, എന്നെ അദ്ദേഹത്തിനും അറിയാം. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഈ ചെത്തുകാരൻ്റെ മകൻ എന്ന് വിളിച്ചുകൊണ്ട് എന്നെ ആക്ഷേപിച്ചതായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അതൊരു ആക്ഷേപമായിട്ട് എങ്ങനെയാണ് വരിക? ഞാൻ ചെത്തുകാരൻ്റെ മകൻ തന്നെയാണല്ലോ, അതിൽ അഭിമാനം കൊള്ളുന്ന ആളുമാണല്ലോ. മറ്റേതെങ്കിലും ഒരു ദുർവൃത്തിയിലേർപ്പെട്ട ഒരാളുടെ മകനാണെന്ന് പറഞ്ഞാൽ അതിന് മകൻ ഉത്തരവാദിത്വം ഇല്ലെങ്കിലും അത് നമുക്കൊരു ജാള്യതയായിട്ട് വരും. അങ്ങനെ ഇതിലൊരു ജാള്യതയുടെ പ്രശ്നമില്ലല്ലോ. ഇത് തീർച്ചയായും അഭിമാനിക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. ഒരു തൊഴിലെടുത്ത് ജീവിച്ച ഒരു പിതാവിൻ്റെ മകനാണ് എന്നത്. അതിലൊരു തരത്തിലുള്ള അപമാനമോ ജാള്യതയോ എനിക്ക് തോന്നുന്നില്ല. മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചതിനെ ന്യായീകരിക്കുന്ന കെ സുധാകരനെയാണ് ഇന്നും കണ്ടത്. സുധാകരനെ വിമർശിക്കുകയും മാപ്പു പറയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത കോൺഗ്രസ് നേതാക്കളൊക്കെ സുധാകരനെ ന്യായീകരിച്ച് നിലപാട് മാറ്റുന്നതും കാണാനിടയായി. ഇന്ന് വൈകുന്നേരമാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു നിലപാട് വിശദീകരിച്ചത്. അതിൽ 2 തരം മാനങ്ങൾ അടങ്ങിയിട്ടുമുണ്ട്. ചെത്തുകാരൻ്റെ മകൻ എന്ന ആക്ഷേപം അത് സമൂഹം വലിയ തോതിൽ ചർച്ച ചെയ്യുമ്പോഴും ആ ധ്വനി, അതിലടങ്ങിയിരുന്ന ധ്വനി പൊതുസമൂഹം വിമർശനപരമായി സുധാകരൻ്റെ മേൽ ഉന്നയിക്കുമ്പോഴും മുഖ്യമന്ത്രി അതിലെടുക്കുന്ന നിലപാട് വളരെ വിശാലവും വ്യത്യസ്തവുമാണ്. സ്വാഭാവികമായി അദ്ദേഹം ആ നിലയിൽ അതിനെ കണ്ടുകൊണ്ട് തന്നെ, പക്ഷേ സുധാകരൻ്റെ നിലപാടിൽ അടങ്ങിയിട്ടുള്ള ചില പോരായ്മകൾ മറ്റൊരു തരത്തിൽ മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. BJP നിലപാട് ഇക്കാര്യത്തിലെടുത്തതും ശ്രദ്ധിക്കേണ്ടതാണ്. തുടക്കം മുതൽ കെ സുധാകരനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് BJP സ്വീകരിച്ചത്. ഈ പശ്ചാത്തലങ്ങളൊക്കെ ഇന്നത്തെ ഈ ചർച്ചയ്ക്ക്, ന്യൂസ് ആൻഡ് വ്യൂസിൻ്റെ ചർച്ചയ്ക്ക് ആധാരമായി പരിഗണനയിലേക്ക് വരികയാണ്. സുധാകരൻ്റെ വിരട്ടും വീണുപോയ നേതാക്കളും. ചോദ്യങ്ങൾ ഇവയാണ്. കെ സുധാകരനെ തിരുത്തുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടത് എന്തുകൊണ്ട്? പരക്കെ വിമർശിച്ചിട്ടും സുധാകരന് തെറ്റു മനസ്സിലാവാത്തത് എന്തുകൊണ്ട്? കെ സുധാകരൻ BJP ബന്ധവും വെളിപ്പെട്ട സാഹചര്യം. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPIM നേതാവ് ശ്രീ NN കൃഷ്ണദാസ്, KPCC സെക്രട്ടറി ശ്രീ എബി കുര്യാക്കോസ്, യാക്കോബായ നിരണം ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂറിലോസ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ A സജീവൻ. ചർച്ചയിലേക്ക് പോകും മുമ്പ് പ്രധാന വാർത്തകൾ നോക്കാം. കെ സുധാകരന്റെ ജാതി അധിക്ഷേപത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടി. താൻ ചെത്തുകാരന്റെ മകനായതിൽ അഭിമാനമെന്ന് പിണറായി. ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ചതിനെ വിമർശിച്ചത് ആധുനിക കാലത്തിന് യോജിച്ചതല്ല. PSC വഴി ഏറ്റവും കൂടുതൽ നിയമനം നടത്തിയ സർക്കാരാണിത്. കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 6 കുറഞ്ഞു. കോവിഡ് മുൻനിര പോരാളികൾക്ക് അടുത്ത ആഴ്ച മുതൽ വാക്സിൻ എന്നും മുഖ്യമന്ത്രി. PSC റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടി. മുഖ്യമന്ത്രിക്കെതിരായ ജാതി അധിക്ഷേപത്തിൽ വിമർശനം വ്യാപകം. പ്രബുദ്ധ കേരളം തള്ളിക്കളയണമെന്ന് യാക്കോബായ നിരണം ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂറിലോസ്. കെ സുധാകരനെ ന്യായീകരിച്ച് ചെന്നിത്തലയും മുല്ലപ്പള്ളിയും KC വേണുഗോപാലും. ഇന്നലെ സുധാകരനെ വിമർശിച്ച ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് ഇന്ന് തിരുത്തി. സുധാകരനോട് മാപ്പു പറഞ്ഞ് ഷാനിമോൾ ഉസ്മാൻ. കെ സുധാകരനെ പിന്തുണച്ച് BJPയും. കോൺഗ്രസിൻ്റേത് ഫ്യൂഡൽ മനോഭാവമെന്ന് A വിജയരാഘവനും AK ബാലനും MM മണിയും. UDF വർഗീയതയോട് സന്ധി ചെയ്യുന്നുവെന്ന് പിണറായി വിജയൻ. രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലാണ് മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നതെന്നും മുഖ്യമന്ത്രി. വർഗീയ പ്രചാരണം നടത്തുന്നതിൽ ഹിന്ദു ഐക്യവേദി നേതാവ് RV ബാബു അറസ്റ്റിൽ. കൈരളി ന്യൂസ് എക്സ്ക്ലൂസീവ്. കാലടി സർവകലാശാല നിയമനത്തിൽ ഇന്റർവ്യൂ ബോർഡ് അംഗം ഉമ്മർ തറമേൽ സംശയത്തിന്റെ നിഴലിൽ. ഉമ്മർ തറമേൽ ശ്രമിച്ചത് തന്റെ കീഴിൽ ഗസ്റ്റ് ലെക്ചറായിരുന്നയാൾക്ക് നിയമനം ഉറപ്പാക്കാൻ. രേഖകൾ കൈരളി ന്യൂസിന്. ഇന്റർവ്യൂ ബോർഡ് അംഗമായതും ഈ വിവരം മറച്ചുവെച്ച്. കമ്മിറ്റി അംഗങ്ങളുടെ കത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് നിനിത കണിച്ചേരി. കാർഷിക നിയമങ്ങളെ പിന്തുണച്ച് രാജ്യസഭയിൽ
കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ. നിയമങ്ങൾ പൂർണ്ണമായും പിൻവലിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന് കർഷക സംഘടനകൾ. UP സർക്കാരിന്റെ വിലക്ക് ലംഘിച്ച് ഷാംലിയിൽ മഹാപഞ്ചായത്ത്. പങ്കെടുക്കാനെത്തിയത് നിരവധി കർഷകർ. ചർച്ചയിലേക്ക് പോവുകയാണ്. ആദ്യം യാക്കോബായ സഭയുടെ നിരണം ഭദ്രാസനാധിപൻ ശ്രീ ഗീവർഗീസ് മാർ കൂർലോസിനോടാണ്. മെത്രാപ്പൊലീത്ത, ഇന്നും ഇന്നലെയും ഒക്കെയായി താങ്കൾ ഇതിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി വിമർശനം ഉന്നയിച്ചയാളാണ്. അതിലൊരു കുറ്റകൃത്യം തന്നെയുണ്ട് ഈ ജാതി അധിക്ഷേപത്തിൽ എന്ന നിലയിൽ തന്നെ ഒരു വിമർശനം ഉന്നയിക്കുകയും ചെയ്തു താങ്കൾ. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഇതേക്കുറിച്ച് പ്രതികരിച്ചതും താങ്കൾ കേട്ടല്ലോ. ഇന്ന് കെ സുധാകരൻ ഇതേക്കുറിച്ച് വീണ്ടും ചില വിശദീകരണങ്ങളൊക്കെ നടത്തുകയുണ്ടായി. അദ്ദേഹം വിശദീകരിക്കുമ്പോഴും ആവർത്തിക്കുമ്പോഴും അദ്ദേഹം പറയുന്ന ന്യായീകരണങ്ങൾ ഏതെങ്കിലും ഒന്ന് താങ്കൾക്ക് പുതിയ സാഹചര്യത്തിൽ ബോധ്യപ്പെടുന്നുണ്ടോ? കെ സുധാകരൻ്റെ വിശദീകരണങ്ങൾ ഇക്കാര്യത്തിൽ ഏതെങ്കിലും ഒന്ന് താങ്കൾക്ക് ബോധ്യപ്പെടുന്നുണ്ടോ? ബോധ്യപ്പെടുന്നില്ല എന്ന് മാത്രമല്ല ശരത്തെ, അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പുരോഗമന സമൂഹത്തിന്റെ പൊതുവായ മൂല്യബോധത്തെ അദ്ദേഹം നിരന്തരം വെല്ലുവിളിക്കുകയും കൂടെയാണ് ചെയ്യുന്നത്. ആദരണീയനായ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ അതിനോടുള്ള പ്രതികരണം അദ്ദേഹത്തോടുള്ള മതിപ്പ് ഒത്തിരി കൂട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. എത്ര മാന്യമായിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്ന് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചിട്ടും അദ്ദേഹം വളരെ ശാന്തനായിട്ട് ചെത്തുകാരന്റെ മകൻ എന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറയുന്നത് ഒരു വലിയ സ്റ്റേറ്റ്മെന്റാണ്. ജാതിയുടെ പേരിൽ അപമാനിക്കുന്ന ഒരു വ്യക്തി ഒരു വശത്തും, എന്നാൽ ജാതിയുടെ പേരിൽ എന്തെങ്കിലും പരാമർശം ഉണ്ടാകുന്നത് തനിക്ക് അഭിമാനമാണെന്ന് പറയുന്ന മുഖ്യമന്ത്രിയും നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതൊരു വലിയ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നുകയാണ്. ഈ ചെത്തുകാരന്റെ മകൻ എന്നുള്ള പ്രയോഗമല്ല ഇവിടുത്തെ പ്രശ്നം. മുഖ്യമന്ത്രി അതാണ് ചൂണ്ടിക്കാണിച്ചത്. ചെത്തുകാരന്റെ മകന് ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കാൻ പറ്റുമോ? അത് അടിസ്ഥാനപരമായിട്ടൊരു വലിയ ചോദ്യം ഈ സമൂഹത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ആർക്കാണ് ഇവിടെ ചില പ്രിവിലേജസിനൊക്കെയുള്ള അവകാശവും അധികാരവും ഒക്കെ ഉള്ളത്? അതെല്ലാവരും ഒന്നും അവകാശപ്പെടേണ്ട എന്നുള്ള ഒരു ധ്വനി സുധാകരന്റെ പ്രസ്താവനയുടെ പിറകിലുണ്ട് എന്നുള്ളത് ആർക്കും വായിച്ചെടുക്കാവുന്ന ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഔദ്യോഗിക ആവശ്യത്തിന് അടിയന്തര ഘട്ടങ്ങളിലാണ് എന്നുള്ളത് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാവുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതൊരു വലിയ ആരോപണമായിട്ട് ഉന്നയിക്കുമ്പോൾ അതിന്റെ പിറകിൽ ചില ആളുകൾക്ക്, പാവപ്പെട്ടവരാണെങ്കിൽ, ചില ജാതിയിൽപ്പെട്ടവരാണെങ്കിൽ, അവരൊന്നും സമൂഹത്തിലെ പ്രിവിലേജസ് ഒന്നും അനുഭവിക്കാൻ യോഗ്യരല്ല എന്നുള്ള ഒരു സന്ദേശം, അതൊരു വലിയ അപകടം പിടിച്ച ഒരു സന്ദേശം തന്നെയാണ്. ആ അർത്ഥത്തിൽ ഒരു ക്രൈം തന്നെയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. അത് അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നില്ല എങ്കിൽ അത് അദ്ദേഹത്തിന്റെ മാത്രം കുറ്റമാണ്. പൊതുസമൂഹം അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനിയെങ്കിലും അത് തിരിച്ചറിഞ്ഞ് അദ്ദേഹം തിരുത്തുമെന്ന് പ്രബുദ്ധ കേരളം പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം എന്ത് ചെയ്താലും എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ക്രിക്കറ്റിന്റെ ഒക്കെ മേഖലയിൽ നമുക്കറിയാം, ആധുനിക ക്രിക്കറ്റില് ഓസ്ട്രേലിയക്കാരാണ് അത് പരിചയപ്പെടുത്തിയത്. ഈ ക്രിക്കറ്റിൽ അവര് ഓപ്പോസിഷൻ ടീമിനെ കളിക്കാരെ ഔട്ടാക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ അവർ ഡെസ്പറേറ്റ് ഒരു മെഷറായിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ് സ്ലെഡ്ജിങ്. അത് ഈ അടുത്ത കാലത്ത് ഇന്ത്യ ഓസ്ട്രേലിയ പരമ്പരയിൽ നമ്മളത് കണ്ടതാണ്. ഇന്ത്യക്കാരെ ചില കളിക്കാരെ സ്ലെഡ്ജിങ് വഴി തകർക്കാനായിട്ടൊക്കെ ശ്രമിച്ചു. ക്ഷമ കെട്ടപ്പോഴത്തേക്ക് വംശീയ അധിക്ഷേപം, റേസിസ്റ്റ് ആയിട്ടുള്ള റിമാർക്സ് ഒക്കെ വെച്ചുകൊണ്ട് വെർബൽ അബ്യൂസ് ആണ് അത് ചെയ്യുന്നത്. എന്നാൽ അവിടെ ജയിച്ചതാരോടെ നമുക്കറിയാം. അവരതെല്ലാം ചെയ്തിട്ടും ഇന്ത്യ ജയിച്ചു എന്നുള്ളത് ഒരു വലിയ പാഠമാണ്. അപ്പൊ സുധാകരനും കൂടെയുള്ളവരുമൊക്കെ എന്ത് വെർബൽ അബ്യൂസ് നടത്തിയാലും, ജാതി അധിക്ഷേപം നടത്തിയാലും, ഇങ്ങനെയുള്ള വംശീയമായ ചുവയുള്ള, ജാതീയമായ ചുവയുള്ള അധിക്ഷേപങ്ങളും അപഹാസ്യങ്ങളും ഒക്കെ നടത്തിയാലും ജയം ആത്യന്തികമായിട്ട് എവിടെയായിരിക്കും എന്നുള്ളതിന്റെ ഒരു സൂചന മാത്രം ഞാൻ നൽകുകയാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിലാണെങ്കിൽ പോലും ഇത്തരം സഭ്യമല്ലാത്ത, മാന്യമല്ലാത്ത പ്രചരണ തന്ത്രങ്ങളിൽ നിന്ന് മാറി നിന്ന് ആശയത്തെ ആശയം കൊണ്ട് നേരിടാനുള്ള ഒരു പ്രബുദ്ധത സുധാകരൻ ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ഇതാര് ചെയ്താലും, ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ ഏത് നേതാവ് ചെയ്താലും വെർബൽ അബ്യൂസും ജാതീയ അധിക്ഷേപങ്ങളും ഒക്കെ വ്യക്തിഹത്യകളും ഒന്നും
ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമല്ല. അതിൽ നിന്നൊക്കെ മാറി അല്പം കൂടി മച്ചുവേർഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സിന് ഇവരൊക്കെ ഇനി എന്നാണ് തയ്യാറാകുക എന്നെനിക്ക് വളരെ ആശങ്കയും സംശയവും. മെത്രാപ്പൊലീത്ത, ഞാൻ മടങ്ങി വരാം. താങ്കൾ എന്നാണ് ഇവർ ആ നിലയിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾ, നേതാക്കൾ മാറുക, മാതൃകയാവുക എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതിൻ്റെ പ്രതിരൂപമായി കെ സുധാകരൻ നിൽക്കുന്നു എന്നതുകൂടിയാണ്. അദ്ദേഹത്തിൽ നിന്ന് സമാനമായ പ്രവൃത്തികൾ, ഇത്തരം വാക്പ്രയോഗങ്ങൾ ഒക്കെ മുൻപും പല നിലയ്ക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതിങ്ങനെ ആവർത്തിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഒരു രാഷ്ട്രീയ നേതൃത്വം എന്ന് കൂടുതൽ ആളുകളെ ബോധ്യപ്പെടുത്തും വിധമാണ് ആ പാർട്ടി, കോൺഗ്രസ് പാർട്ടി അതിനെ ഇന്ന് പിന്തുണയ്ക്കുന്നത് നമ്മൾ കണ്ടു. നമുക്ക് അതിലേക്കും കൂടി വരേണ്ടതുണ്ട്. അത്തരം രാഷ്ട്രീയ സംസ്കാരവും രാഷ്ട്രീയ രീതിയും നല്ലതാണോ എന്നുള്ള ഒരു ചോദ്യവും അതിൽ അടങ്ങിയിട്ടുണ്ട്. ശ്രീ NN കൃഷ്ണദാസ്, ഞാൻ ഒറ്റ കാര്യം മാത്രം ആദ്യം താങ്കളോട് ചോദിക്കുന്നു. ഇന്ന് ഡൽഹിയിൽ കണ്ട മാധ്യമപ്രവർത്തകരോട് കെ സുധാകരൻ ചോദിച്ച 2 വാചകം. അദ്ദേഹം പറയുന്നത്, എന്താണ് തെറ്റ്? എനിക്ക് മനസ്സിലായില്ല, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ. ഞാൻ പലരോടും ചോദിച്ചു, അവർക്കും മനസ്സിലായിട്ടില്ല. ഇതാണ് കെ സുധാകരൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതുതന്നെയാണ് കോൺഗ്രസിൻ്റെ ഒരു വലിയൊരു വിഭാഗം ആളുകളുടെ മനസ്ഥിതിയുടെ പ്രശ്നവും. ഈ ഒരു പരാമർശം നേരത്തെ തിരുമേനി സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം ആധുനിക സമൂഹത്തിൽ അറപ്പുളവാക്കേണ്ട വംശീയ പരാമർശമാണ്. കൃത്യമായും വംശീയ പരാമർശമാണ്. എത്രത്തോളം ജീർണമായി ഇത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ, അവരുടെ ബോധത്തെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ ഒരു നൂറ്റാണ്ട് മുമ്പ് തന്നെ കേരളം തിരസ്കരിച്ച, കേരളം ഉപേക്ഷിച്ച ജീർണ മേൽവസ്ത്രം ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു മനസ്ഥിതിയാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. നമ്മൾ സാധാരണഗതിയിൽ നാട്ടിൻപുറത്തൊക്കെ, ഇപ്പം ഞാനൊക്കെ വളരെ ഒരു പാലക്കാട്ടെ ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. അവിടെയൊക്കെ ഇപ്പോഴും ഇത്രയും ആധുനികമായിട്ടുള്ള മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ചില ആളുകളുടെ മനസ്സിൽ അവരുടെ ജീർണത അപൂർവ അവസരങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. ചിലർ പഴയ കാലത്ത് ചില കുടിയാൻ വ്യവസ്ഥയിലൊക്കെ ഉണ്ടായിരുന്ന കുടിയാൻ കൃഷിക്കാർ, അവർ അന്ന് ജന്മിമാരുടെ മുമ്പിലൊക്കെ ഓച്ചാനിച്ച് നിന്നവർ, അവരുടെ 2ാമത്തെയും 3ാമത്തെയും തലമുറയൊക്കെ ഇപ്പോൾ വന്ന് എൻജിനീയർമാരായി, ഡോക്ടർമാരായി, പ്രൊഫസർമാരായി, വലിയ ആധുനികതയുള്ള പുതിയ തലമുറയുടെ ലക്ഷണമൊത്ത വക്താക്കളായി മാറും. അപ്പോൾ അവരുടെ മുമ്പിലൊന്നും പറയാൻ ധൈര്യമില്ലെങ്കിൽ പോലും, ഇവൻ്റെയൊക്കെ മുത്തശ്ശൻ ഈ വഴി കൂടെയൊക്കെ കീറമുണ്ട് കൊടുത്ത് തലയിൽ ചാണകക്കൊട്ടയൊക്കെ വെച്ച് ഞങ്ങളുടെ പാടത്തേക്ക് നടന്നിരുന്നതാണ്. ഇപ്പം ഇവൻ്റെയൊക്കെ ഒരു മനസ്ഥിതി കണ്ടില്ലേ? ഇങ്ങനത്തെ ഒരു ജീർണബോധം ഇപ്പോഴും അപൂർവമായി മൂടിക്കിടക്കുന്നുണ്ട് കേരളത്തിൽ. അതാണ് ഞാൻ പറഞ്ഞത്, നവോത്ഥാനം ആരംഭിച്ച കാലത്ത് കേരളം ഊരിയെറിഞ്ഞ ആ ജീർണ വസ്ത്രം സൂക്ഷിച്ചു വച്ചിരിക്കുന്നതായി ഇവർ കിട്ടുന്ന സമയത്ത് അത് എടുത്തണിയാൻ വേണ്ടി ഇപ്പോഴും അപൂർവം. സ്വാഭാവികമായി കേരളത്തിൻ്റെ ഈ 100 കൊല്ലത്തെ നവോത്ഥാന മൂല്യബോധം അറിയാതെയാണെങ്കിലും മനസ്സിൽ സൃഷ്ടിച്ചിട്ടുള്ളൊരു ബോധം കൊണ്ടാണ് സ്വാഭാവികമായിട്ട് ചില പ്രതികരണങ്ങൾ ചില കോൺഗ്രസ് നേതാക്കൾ നടത്തിയത്. അങ്ങനെ ഞാൻ പേര് പറയുന്നത് ചില കോൺഗ്രസ് നേതാക്കൾ, അത് മോശമായിപ്പോയി എന്നവർ അതൊരു സ്വാഭാവിക പ്രതികരണമായിരുന്നു. ആ സ്വാഭാവിക പ്രതികരണം അവരിൽ നിന്ന് വരാൻ കേരളത്തിൻ്റെ 100 കൊല്ലത്തെ സാമൂഹ്യ മാറ്റം സൃഷ്ടിച്ച അവബോധമാണ് അവരെ കൊണ്ടത് പറയിപ്പിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഊരിയെറിഞ്ഞ ജീർണ വസ്ത്രം പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കോൺഗ്രസിൻ്റെ ഈ ഫ്യൂഡൽ ജീർണബോധം അവരെ പോലും തിരുത്തുകയാണ്, അവരെ പോലും തിരുത്താൻ അവരെ പ്രേരിപ്പിക്കുകയാണ്. അതിന് വേറെ ഒരു കാരണം കൂടി ഞാൻ കാണുന്നത്, ഈ സുധാകരൻ ചില്ലറക്കാരനല്ല. സുധാകരൻ BJPയിലേക്ക് നേരത്തെ തന്നെ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ഒരു പാലമുണ്ട്. ആ പാലം ഇപ്പോഴും BJPയിലേക്ക് നിർമ്മിച്ചു വെച്ച് മൂടി വെച്ചിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ആ പാലം ഉദ്ഘാടനം ചെയ്ത് വണ്ടി ഓടിച്ച് മറുകരയിലേക്ക് സുധാകരൻ പോകും. ആ പാലം ചൂണ്ടിക്കാണിച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ കോൺഗ്രസ് നേതൃത്വത്തെ തന്നെ പിന്തുണച്ചില്ലെങ്കിൽ ഈ പാലം ഞാൻ ഓപ്പൺ ചെയ്ത് എൻ്റെ വണ്ടി ഓടിച്ച് ഞാൻ മറുകരയിലെത്തും എന്നവരെ ഭീഷണിപ്പെടുത്തിയിട്ടായിരിക്കാം ഈ തിരുത്തിച്ചത് എന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ സ്വാഭാവികമായും ഇങ്ങനത്തെ ഒരു അറപ്പിക്കുന്ന ജീർണത, വംശീയ പരാമർശത്തെ
സ്വാഭാവികമായി എതിർത്തവർ പിന്നീട് അത് തിരുത്തി പറയുക. രസകരമായിട്ടുള്ളൊരു കാര്യം, കോൺഗ്രസിൻ്റെ ഒരു നേതാവ് അത് തിരുത്തി പറഞ്ഞത് വീണ്ടും തിരുത്തി പറയുമ്പോൾ എന്നെ ഒരു നേതാവും ഇതിനു വേണ്ടി സമ്മർദ്ദം ചെലുത്തിയിട്ടല്ല ഞാനിത് പറയുന്നത് എന്നും കൂടി പറഞ്ഞു. അച്ഛൻ പത്തായത്തിൽ പോലും ഒളിച്ചിരിക്കുന്നില്ല എന്നൊരു പണ്ടൊരു സിനിമയിലെ കഥാപാത്രം പറഞ്ഞതുപോലെ ആരും സമ്മർദ്ദം ചെലുത്തിയിട്ടല്ല ഞാനിപ്പോൾ എൻ്റെ അഭിപ്രായം തിരുത്തുന്നത് എന്നും കൂടി ഇതിൻ്റെ കൂടെ മേമ്പൊടിയായിട്ട് പറഞ്ഞു. അത് കേട്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇതൊക്കെയാണ് കോൺഗ്രസ്. അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു ഭാഗത്ത് കോൺഗ്രസിൻ്റെ ഉള്ളിലുള്ള ഈ ജീർണബോധം, രണ്ട്, സുധാകരൻ എന്ന് പറയുന്ന വ്യക്തി BJP-യിലേക്ക് നിർമ്മിച്ചു വെച്ചിട്ടുള്ള പാലം ഏത് സമയത്തും തുറന്ന് ഞാൻ എൻ്റെ വാഹനം ഓടിച്ച് മറുകരയിലേക്ക് പോകും തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ തന്നെ എന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതൃത്വത്തെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം നിർമ്മിച്ചു വെച്ചിട്ടുള്ള പാലം തുറന്ന് കാട്ടി പേടിപ്പിച്ചിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ഒരു സാധാരണഗതിയിൽ ഒരു കോമൺ സെൻസ് ഉള്ള ഒരു കോൺഗ്രസ് നേതാവ് ഇന്നത്തെ ആധുനിക കേരളത്തിൻ്റെ മുഖത്ത് നോക്കി അറപ്പിക്കുന്ന ഈ വിധത്തിലുള്ള വംശവെറി പ്രകടിപ്പിക്കുന്ന പരാമർശം നടത്തുകയില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ പറ്റി കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹം ഈ പ്രായത്തിലും കേരളത്തിലെ ഏറ്റവും നൂതനമായിട്ടുള്ള തലമുറയോട് ഏറ്റവും അത്യന്താധുനികമായിട്ടുള്ള ടെക്നോളജിയെ അഭിസംബോധന ചെയ്യുന്ന ഒരു വിധത്തിൽ എല്ലാ ആധുനികതയും വെച്ച് പുലർത്തുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ട് എന്നതാണ് മലയാളിയുടെ അഭിമാനം തന്നെ. ആ ആധുനികത ഉയർത്തിപ്പിടിക്കുന്ന മലയാളി മുഖ്യമന്ത്രിയെയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ജീർണബോധം മനസ്സിൽ നിന്ന് പുറത്തു വന്ന് ഇങ്ങനത്തെ പരാമർശം നടത്തുന്നത്. വാസ്തവത്തിൽ ഇവർ ചെയ്തിട്ടുള്ളത് ഈ പരാമർശത്തിലൂടെ ആധുനിക കേരളത്തിൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പുകയാണ് ചെയ്തത് എന്ന് മിതമായ ഭാഷയിൽ പറയാനുള്ളൂ. ഇതുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഏതെങ്കിലും വിധത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ശോഭ കെടുത്താൻ ഇതുകൊണ്ട് സാധിക്കില്ല. സ്വയം മലർന്നു കിടന്ന് തുപ്പുക, ആ തുപ്പൽ അവരവരുടെ മുഖത്ത് തന്നെ വന്ന് വീഴും എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളൂ. ശ്രീ കൃഷ്ണദാസ് പറഞ്ഞു നിർത്തിയിടത്ത് വളരെ പ്രസക്തമാകുന്നത് അല്പം മുമ്പ് മെത്രാപ്പൊലീത്ത ഗീവർഗീസ് മാർ കൂർലോസ് പറഞ്ഞ ആ വാചകമാണ്. നമ്മുടെ ഈ ചർച്ച ആരംഭിക്കുന്നതിന് അല്പം മുമ്പാണ് മുഖ്യമന്ത്രിയുടെ ഇതിലുള്ള പ്രതികരണം വന്നത്. ഈ സംഭവത്തിൽ ഏറ്റവും അവസാനം വന്നതും അദ്ദേഹത്തിൻ്റെ പ്രതികരണം എല്ലാവരും കാത്തിരുന്നതാണ്. അദ്ദേഹം വളരെ ശക്തമായ ഭാഷയിൽ, വളരെ പരുഷമായി, വളരെ രൂക്ഷമായി വിഷയങ്ങളോട് പ്രതികരിക്കാൻ കെൽപ്പുള്ള, പ്രതികരിക്കുന്ന ആളുകൂടിയാണ്. പക്ഷേ ഇന്ന് അദ്ദേഹം അക്കാര്യത്തിൽ പറഞ്ഞത്, മെത്രാപ്പൊലീത്ത പറഞ്ഞാണ് അതിൻ്റെ ശരിയായ അദ്ദേഹത്തിൻ്റെ ആ ഒരു അതിലുള്ള പ്രതികരണം ഒരുപക്ഷെ ആളുകൾക്കെല്ലാം അനുഭവപ്പെട്ട ഒന്നുകൂടിയാവും. മുഖ്യമന്ത്രിയുടെ മതിപ്പ് കൂടും വിധമാണ് അദ്ദേഹം അതിനോട് പ്രതികരിച്ചത്. പക്ഷേ ഇത്തരം കൊള്ളരുതായ്മകൾ വാക്കിലൂടെ പ്രസരിപ്പിക്കുന്ന നേതൃത്വങ്ങളോടോ നേതാക്കന്മാരോടോ ശൈലിയോടോ വിയോജിക്കേണ്ട, അല്ലെങ്കിൽ അതിനെ തിരുത്തിക്കേണ്ട, അതിനോട് പ്രതിഷേധിക്കേണ്ട ഉത്തരവാദിത്വം പൊതുസമൂഹത്തിൻ്റേതാണ്. അത്തരം ചർച്ചകളും ഉണ്ടാവേണ്ടതാണ്. അതിൽ ഞാൻ ശ്രീ എബി കുര്യാക്കോസിനെ ഈ കെ സുധാകരൻ്റെ മനോഘടനയും മനോനിലയും വെച്ച് ചർച്ച ചെയ്ത് ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് ശ്രീ എബി കുര്യാക്കോസ് വിചാരിച്ചാലും തിരുത്താൻ കഴിയുന്നൊരു കാര്യമല്ല, നേതാക്കൾ വിചാരിച്ചാൽ കഴിയുന്ന കാര്യമില്ല. ഈ കെ സുധാകരൻ തന്നെ തിരുത്താൻ കഴിയുന്നതല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ അതെന്തുകൊണ്ടാണെന്ന് മനഃശാസ്ത്രപരമായി വിശകലനം ചെയ്യാൻ ഞാൻ എബി കുര്യാക്കോസിനോട് പറഞ്ഞാൽ താങ്കൾ ബുദ്ധിമുട്ടി പോവുകയുള്ളൂ. ഒരു സുഹൃത്തെന്ന നിലയിൽ ഞാൻ അതിന് താങ്കളെ പ്രേരിപ്പിക്കുന്നില്ല, ബുദ്ധിമുട്ടിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഒരല്പം മാസങ്ങൾക്ക് മുമ്പ് ഈ കോവിഡ് കാലത്ത് SSLC പരീക്ഷ പ്രഖ്യാപിച്ച ഘട്ടത്തിൽ അന്ന് മുഖ്യമന്ത്രിയെക്കുറിച്ച് എന്താണ് ഇദ്ദേഹം പറഞ്ഞത് എന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ട്. നമ്മൾ ഈ ചർച്ചയിൽ വീണ്ടും ആ നിലയിലേക്ക് തരംതാണ പ്രതികരണങ്ങൾ വീണ്ടും പ്രത്യുൽപാദിപ്പിച്ചു വിടുന്നത് ശരിയല്ലാത്തത് കൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷേ എല്ലാവർക്കും അറിയാം ഈ ശൈലിയും ഈ രീതിയുമാണ്. പക്ഷേ എബി കുര്യാക്കോസ് പ്രശ്നം അതല്ല. കോൺഗ്രസ് നേതാക്കൾക്കും കോൺഗ്രസ് പാർട്ടിക്കും എന്തു പറ്റുന്നു? കെ സുധാകരനാകാൻ തീരുമാനിച്ചോ? ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം കെ സുധാകരന്റെ ഒരു പ്രസംഗമാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെയും ശ്രീ എബി, അത് പ്രസംഗമാണോ അധിക പ്രസംഗമാണോ എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. ഞാനോടൊന്ന് പറഞ്ഞോട്ട് ചരിത്രം. അതെ അതെ അതെ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആ ഭരണത്തെ വിലയിരുത്തുന്ന ഐശ്വര്യ കേരള യാത്ര 31-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ചു. അത്തരമൊരു സമ്മേളനത്തിൽ ശ്രീ കെ സുധാകരൻ പറഞ്ഞത്, ബഹുമാനപ്പെട്ട തിരുമേനി ശ്രദ്ധിക്കണം, മുഖ്യമന്ത്രിയുടെ ദൂർത്തിനെ കുറിച്ചാണ്. അദ്ദേഹം കടന്നു വന്ന ഒരു സാഹചര്യം അനുസരിച്ച് എളിയവരോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നതിന് പകരം ഇത്രയേറെ ആർഭാടത്തോടുകൂടി അദ്ദേഹം സഞ്ചരിക്കുന്നു. വാഹന വ്യൂഹം മാത്രമല്ല, ഹെലികോപ്റ്റർ ഉപയോഗം, കേരളത്തിൽ ഹെലികോപ്റ്റർ ഉപയോഗത്തിന്റെ ചെലവുകളെ കുറിച്ച് അറിയാം.
ഇന്ന് വെള്ളപ്പൊക്കം വന്ന് തകർന്ന ഈ നാട്, കോവിഡ് മൂലം ബുദ്ധിമുട്ടുന്ന ഈ നാട്, നിരവധിയായ പ്രകൃതിക്ഷോഭങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്ന ഈ നാട്ടിൽ ഈ പണം കൂടുതൽ പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കുവാൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്നാണ് ബഹുമാനപ്പെട്ട ശ്രീ കെ സുധാകരൻ ചോദിച്ചത്. അദ്ദേഹത്തിന്റെ എബി കുര്യാക്കോസ് അതിലേക്ക് നേരിട്ട് എൻട്രി ചെയ്തുകൊണ്ട് ഒരൊറ്റ കാര്യം മാത്രം ഞാൻ പറഞ്ഞോട്ടെ, താങ്കളോട് തന്നെയാണ്. എബി കുര്യാക്കോസ് ആണ് പ്രസംഗിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ രാഷ്ട്രീയ വിമർശനം അവതരിപ്പിക്കാൻ ചെത്തുകാരന്റെ മകൻ ഹെലികോപ്റ്ററിൽ കറങ്ങുന്നു എന്ന നിലയിൽ പറയുമോ? നിങ്ങള് ഒരു അത്തരത്തിലല്ലല്ലോ ഒരു പ്രസംഗം അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ പറയുന്നു. കണ്ണൂർ ഒരു തൊഴിലാളിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വളർന്നു വന്ന ഒരു മുഖ്യമന്ത്രി കുറെ കൂടി സാധാരണക്കാരനോട് താതാത്മ്യം പ്രാപിക്കണം. ഇവിടെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകാത്ത AKG അദ്ദേഹം നമ്മുടെ മനസ്സിലേക്ക് വരുന്നു, EMS നമ്മുടെ മനസ്സിലേക്ക് വരുന്നു, ഏറ്റവും അവസാനം ഇന്ന് ജീവനോടെ ഇരിക്കുന്ന VS നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. നിങ്ങളാരും അംഗീകരിക്കുന്നില്ലെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി നമ്മുടെ മനസ്സുകളിലേക്ക് വരുന്നു. അങ്ങനെ മുഖ്യമന്ത്രി പദം അലങ്കരിച്ചിട്ടുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ വിനയം, തൊഴിലാളികളോടുള്ള ചേർന്ന് നിൽപ്പ്, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ സാംശീകരിക്കുമ്പോൾ ശ്രീ കെ സുധാകരൻ പിണറായി വിജയന്റെ ദൂർത്ത് അത് വരച്ചു കാട്ടുന്നതിന് വേണ്ടി പറഞ്ഞ ഒരു പദം, അതാരെയും അലോരസപ്പെടുത്തേണ്ട കാര്യമില്ല. ഇതിന്റെ ചെലവിൽ പിണറായി വിജയനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് ഉയർത്തിപ്പിടിക്കാം എന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. ബഹുമാനപ്പെട്ട തിരുമേനിയോട് ചോദിക്കട്ടെ, ഒരു ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചു, ഇന്ന് വരെ മാപ്പ് ചോദിച്ചിട്ടുണ്ടോ ശ്രീ പിണറായി വിജയൻ? പരനാറി എന്ന് ശ്രീ പ്രേമേന്ദ്രനെ വിളിച്ചു, മാപ്പ് ചോദിച്ചിട്ടുണ്ടോ? മാധ്യമ പ്രവർത്തകരെ ഇറക്കി വിട്ടു, അദ്ദേഹം ഒരു വാക്ക് മാപ്പ് ചോദിച്ചിട്ടുണ്ടോ? എന്താണ് ഈ സമൂഹത്തിൽ ഒരു വാക്ക് നന്മ, ഒരു വാക്ക് തിരിച്ചു പറഞ്ഞത്? ഒന്നും വേണ്ട. നിങ്ങളുടെ സഖാവായിരുന്നല്ലോ ചന്ദ്രശേഖരൻ, അദ്ദേഹത്തെ കുലംകുത്തി എന്ന് വിളിച്ചില്ലേ? ഒരു ശവശരീരത്തോട് ആദരവ് കാണിക്കുന്നത്, മരണപ്പെട്ട ഒരു വ്യക്തിയോട് ആദരവ് കാണിക്കുന്നത് നമ്മുടെ സംസ്കാരമല്ലേ? ബഹുമാനപ്പെട്ട ശ്രീ കൃഷ്ണദാസ് അങ്ങ് പാർലമെന്റിൽ പോയിരുന്ന ആളല്ലേ? നിയമനിർമ്മാണ സഭയിൽ പങ്കെടുത്തിട്ടുള്ള ആളല്ലേ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മറന്നുപോയ ഇന്ന് നമ്മുടെ സംസ്കാരമുള്ള ഒരാളും പറയുവാൻ അറയ്ക്കുന്ന കാര്യങ്ങളല്ലേ അങ്ങ് പറയുന്നത്? എത്രയോ തരം താഴ്ന്ന, എനിക്ക് അങ്ങയോട് സഹതാപമാണ് തോന്നുന്നത്. ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നു, കേരളത്തിലെ കോൺഗ്രസ് UDF ജാഥയിലെ പങ്കാളിത്തമാണ്. ശരി, ഞാൻ വരാം. കാരണം മെത്രാപ്പൊലീത്ത കുറച്ച് സമയം കൂടിയാണ് മാത്രമേ ഉണ്ടാകൂ എന്ന് അറിയിച്ചത് കൊണ്ടുകൂടിയാണ്. താങ്കൾ അദ്ദേഹത്തെ തന്നെ വോട്ട് ചെയ്ത് അദ്ദേഹത്തോടൊരു ചോദ്യവും വിമർശനവും ഉന്നയിച്ചത് നമ്മുടെ മുമ്പിലുണ്ട്. ശ്രീ കൃഷ്ണദാസിനോട് ഉന്നയിച്ച രാഷ്ട്രീയ വിമർശനമുണ്ട്. ശ്രീ സജീവനിലേക്ക് ഞാൻ വരും മുമ്പ്, മെത്രാപ്പൊലീത്ത, ഈ രണ്ട് പ്രശ്നങ്ങൾ ഒന്നിതാണ്, ഇത്തരം സാഹചര്യങ്ങൾ ഉയർത്തിക്കാട്ടി കെ സുധാകരനെ ഡിഫെൻഡ് ചെയ്യുക എന്ന ഒരു ശൈലി, അത് ഈ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ച് അദ്ദേഹം ചെയ്യുന്നത് അവിടെ അത് കാണാതെ പോവുകയല്ലേ തിരുമേനി ഉൾപ്പെടെയുള്ളവർ എന്നാണ് ഒരു വിമർശനം. അത് താങ്കൾ ആ മുഖ്യമന്ത്രിയുടെ മതിപ്പ് കൂടി എന്ന് പറഞ്ഞതിലുള്ള വിമർശനവും അസ്വസ്ഥതയുമാണ് എബി കുര്യാക്കോസ് പ്രകടിപ്പിച്ചത്. അതേസമയം തന്നെ കോൺഗ്രസ് പാർട്ടി നേതാക്കൾ ആദ്യമെടുത്തൊരു സമീപനം നമ്മുടെ മുമ്പിലുണ്ട്. ഇന്നായപ്പോൾ ഇവരെല്ലാം നിലപാട് മാറ്റുന്നത് നമ്മൾ കണ്ടു. സത്യത്തിൽ ഒരു പാർട്ടി എന്ന നിലയിൽ കെ സുധാകരനെ തിരുത്തുന്ന ഒരു കോൺഗ്രസ് പാർട്ടിയെ താങ്കൾ പ്രതീക്ഷിച്ചിരുന്നോ? രണ്ട് സാഹചര്യങ്ങളാണ് ഉന്നയിച്ചത്. എനിക്ക് മുമ്പ് സംസാരിച്ച കോൺഗ്രസിന്റെ നേതാവ് എന്നോട് ചോദിച്ചൊരു ചോദ്യം ഞാൻ എന്റെ ആദ്യത്തെ പ്രതികരണത്തിൽ തന്നെ പറഞ്ഞു. സഭ്യമല്ലാത്ത, മാന്യമല്ലാത്ത പ്രതികരണങ്ങൾ ആരുടെ ഭാഗത്തുനിന്ന്, ഏത് പാർട്ടിയുടെ ഏത് നേതാവിന്റെ ഭാഗത്തുനിന്ന് എപ്പോഴും ഉണ്ടായാലും അത് ശരിയല്ല എന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. അദ്ദേഹം പ്രത്യേകിച്ച് അത് പരാമർശിച്ചതുകൊണ്ട് ഞാനത് ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുകയാണ്. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും ഏത് നേതാവാണെങ്കിലും രാഷ്ട്രീയത്തിൽ സഭ്യതയും മാന്യതയും പുലർത്തണം. വെർബൽ അബ്യൂസ്, വ്യക്തിഹത്യ, ഇതാര് നടത്തിയാലും തെറ്റ് തന്നെയാണ്. ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. അത് തെറ്റാണെന്ന് പറയുമ്പോൾ അതിനെ വേറൊരു ഉദാഹരണം കൊണ്ട് ഖണ്ഡിക്കാൻ ശ്രമിക്കുന്നതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോഴത്തെ തെറ്റ് ആദ്യം സമ്മതിക്കണമല്ലോ, അല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയും. ഇപ്പൊ ചെത്തുകാരന്റെ മകനെന്ന് പറയുന്നതല്ല പ്രശ്നം എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ കോൺഗ്രസ് നേതാവ് പറയുന്ന അനുസരിച്ച് അദ്ദേഹത്തിന്റെ ആഡംബര ജീവിതത്തെ കുറിച്ചുള്ള റെഫറൻസ് ആണെന്നാണ് അദ്ദേഹം സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചത്. അവിടെയും പ്രശ്നം ബാക്കി നിൽക്കുകയാണ്.
ചെത്തുകാരന്റെ മകന് ആഡംബരം പാടില്ലേ? ഞാൻ മുഖ്യമന്ത്രിയെ കുറിച്ചല്ല പറയുന്നത്. നമ്മളങ്ങനെ ഒരു തത്വത്തെ കുറിച്ച്, ഒരു ആശയത്തെ കുറിച്ച് ഒരു ചർച്ച നടത്തിയാലും ചെത്തുകാരന്റെ മകനായതുകൊണ്ട് അദ്ദേഹത്തിന് ആഡംബരം പാടില്ല, ആ ഒരു അവകാശം ഇല്ല എന്നുള്ള ഒരു അവകാശവാദം ഒരു ജനാധിപത്യ സമൂഹത്തിൽ എങ്ങനെ നമുക്ക് ഉന്നയിക്കാൻ പറ്റുക? ഒന്ന്. രണ്ടാമത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വകാര്യ ആവശ്യത്തിന് ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടില്ല. അദ്ദേഹം ഹെലികോപ്റ്റർ ഉപയോഗിച്ചത് ഷോപ്പിംഗ് മാളിൽ പോകാനായിട്ടല്ല, അദ്ദേഹത്തിന്റെ സ്വകാര്യ ആവശ്യത്തിനായിട്ടല്ല ഉപയോഗിച്ചത്. വളരെ അടിയന്തര ഘട്ടത്തിൽ, എമർജൻസി കോണ്ടെക്സ്റ്റിൽ, കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഗവർണറോടൊപ്പം ഒക്കെയാണ് ആ ഹെലികോപ്റ്ററിൽ ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ പോയത്. അല്ലാത്ത അവസരത്തിലൊക്കെ മെഡിക്കൽ എമർജൻസിക്ക് വേണ്ടി ഒരാളുടെ ഹാർട്ട് മാറ്റിവെക്കാനും കിഡ്നി മാറ്റിവെക്കാനും ലൈഫ് സേവിങ് സിറ്റുവേഷനിലാണ് ഹെലികോപ്റ്റർ ഒക്കെ ഉപയോഗിച്ചത്. അത് ആഡംബരമായിട്ടൊക്കെ ഈ കാലത്ത് കാണാൻ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയുന്നത്, അതിന്റെ പിറകിലത്തെ ഉദ്ദേശം നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ആ പോയിന്റ് അവസാനിപ്പിക്കാം. ഞാനിത് മുൻപ് എൻ്റെ നിരീക്ഷണങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്, ആവർത്തനമാണെങ്കിലും ഇതിന്റെയൊക്കെ പിറകിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പിന്റെ മുഖത്താണ് നമ്മൾ നിൽക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ അടവും പയറ്റും. പക്ഷേ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം, പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണ തുടർച്ച എന്നുള്ള ഒരു സാധ്യത ഇപ്പോഴത്തെ സർക്കാരിന് മുമ്പിൽ ഉള്ളത് അവർക്കും തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. പിണറായി വിജയന്റെ ഇമേജ് പൊതുസമൂഹത്തിൽ വളരെ ഉയർന്നു നിൽക്കുന്നു. കേരളം ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത അസാധാരണ സാഹചര്യങ്ങളായ ഓഖിയും പ്രളയവും മഹാമാരി കോവിഡ്, ഈ പശ്ചാത്തലത്തിലൊക്കെ കുലുങ്ങാതെ നമ്മുടെ നാടിനെ പിടിച്ചുകൊണ്ട് ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നിൽ നിന്ന് നയിച്ച ഒരു ഭരണാധികാരി, ഒരു മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ ഇമേജ് അത്രമേൽ ഉയർന്നിട്ടുണ്ട്. ഭരണ നേട്ടങ്ങൾ, പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ 95% നടപ്പിലാക്കിയ ഒരു പ്രോഗ്രസ് കാർഡുമായിട്ട്, ഭരണ നേട്ടങ്ങളുമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു മുന്നണിയുടെ വിജയസാധ്യതയിൽ അതില് വലിയ നൊമ്പരവും പ്രയാസവും ഒരു ഡെസ്പറേറ്റ് നിസ്സഹായാവസ്ഥയും ഒക്കെ ഉള്ളപ്പോൾ അതിന്റെ അകത്ത് നിന്ന്, അതിന്റെ പശ്ചാത്തലത്ത് ഉയർന്നു വരുന്ന ഒരു രോഷപ്രകടനമായിട്ടാണ് ഞാൻ ഇതിനെ ആത്യന്തികമായിട്ട് കാണുന്നത്. പക്ഷെ എങ്കിൽ പോലും അതല്ല ഒരു നല്ല രാഷ്ട്രീയത്തിൽ നമ്മൾ പുലർത്തേണ്ട മാന്യത എന്ന് ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്. ആരുടെ ഭാഗത്തുനിന്ന് സഭ്യമല്ലാത്ത വ്യക്തിഹത്യ ചെയ്യുന്ന പദപ്രയോഗങ്ങളും പരാമർശങ്ങളും ഉണ്ടായാലും ഇത് ആദ്യമല്ല. ജാതീയമായിട്ടും ലിംഗപരമായിട്ടും ഒക്കെയുള്ള പരാമർശങ്ങൾ, നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയെ കോവിഡ് റാണി എന്ന് വിളിച്ചില്ലേ, അത് വളരെ സെക്സിസ്റ്റ് ആയിട്ടുള്ള, ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രയോഗങ്ങളാണ്. വലിയ നേതാക്കളിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത് എന്നുള്ളത് നമ്മളെ അമ്പരപ്പിക്കുന്നു. ഏത് ലോകത്തിലാണ്, ഏത് കാലത്താണ് നവോത്ഥാനമൊക്കെ നടന്ന പുരോഗമന കേരളം എന്ന് പറയുന്ന ഒരു നാട്ടിലാണ് ഇത്തരം പദപ്രയോഗങ്ങളും ജാതിയുടെ പേരിലും ലിംഗത്തിന്റെ പേരിലും ഒക്കെയുള്ള ഇത്തരം ഭാഷാപ്രയോഗങ്ങളൊക്കെ വരുന്നത് എന്നോർത്ത് നമുക്ക് ലജ്ജിക്കേണ്ടി വരുന്നു. അവിടെയാണ് ഇത്തരം രാഷ്ട്രീയത്തിൽ നിന്ന് മാറി അല്പം കൂടി മച്ചുവേർഡ് ആയിട്ടുള്ള പൊളിറ്റിക്സിന് നമ്മളൊക്കെ വേദി ഒരുക്കേണ്ടത്. ക്ലീശയാണെങ്കിലും ഞാൻ ആവർത്തിക്കുകയാണ്, ഇതിനു മുമ്പൊക്കെ പലരും ആവർത്തിച്ചിട്ടുള്ളതാണ്. അമേരിക്കയിലെ പഴയ പ്രസിഡന്റ് റൂസ്വെൽറ്റിന്റെ ഭാര്യ, ഫസ്റ്റ് ലേഡി ആയിരുന്ന എലനർ റൂസ്വെൽറ്റ് പറഞ്ഞതായിട്ടാണ് അറിയപ്പെടുന്നത്, ഗ്രേറ്റ് മൈൻഡ്സ് ഡിസ്കസ് ഐഡിയസ്, ആവറേജ് മൈൻഡ്സ് ഡിസ്കസ് ഈവൻസ്, സ്മോൾ മൈൻഡ്സ് ഡിസ്കസ് പേഴ്സൺസ്. മഹത്തുക്കൾ അവർ ആശയങ്ങൾ ചർച്ച ചെയ്യും. സാധാരണ നിലവാരത്തിലുള്ളവര് ചില സംഭവങ്ങളെയൊക്കെ പരാമർശിച്ച് മുന്നോട്ട് പോകും. ഏറ്റവും ചെറിയ മനുഷ്യർ, വലിപ്പം കൊണ്ടല്ല, ബുദ്ധിയിലും അല്പത്വത്തിലും ഒക്കെ ചെറുതായിട്ടുള്ളവര്, മറ്റൊന്നും പറയാനില്ലാത്തവര് വ്യക്തിഹത്യ നടത്തിക്കൊണ്ടിരിക്കും. അതിനുള്ള ഉദാഹരണങ്ങളാണ് ഇതൊക്കെ എന്ന് ചിന്തിക്കുക മാത്രമേ തരമുള്ളൂ. പക്ഷെ പ്രബുദ്ധ കേരളം ഇത്തരം പരാമർശങ്ങളെയും അധിക്ഷേപങ്ങളെയും ഒക്കെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയുമെന്നുള്ള കാര്യത്തിൽ സംശയം. അതെ, അതിൽ ഞാൻ മുമ്പ് ചോദിച്ചതിൽ മെത്രാപ്പൊലീത്ത ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അതാണ് ഇതിലെ വളരെ പ്രധാനപ്പെട്ട കാര്യം. ആളുകളുടെ മനോഘടന നമ്മൾക്ക് ഈ കാലത്തിനി ഈ കതിരിൽ വളം വെക്കും പോലെ തിരുത്താൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ അതൊരു ഘട്ടം കഴിഞ്ഞാൽ ആ വ്യക്തിയെക്കുറിച്ചുള്ള ചർച്ച പോലും നമ്മൾക്ക് മാറ്റിവെക്കേണ്ടി വരും. അതിങ്ങനെയാണ് എന്ന് ചില നിഗമനങ്ങളിലേക്കുമൊക്കെ എത്തേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അതിനപ്പുറം ഒരു കാര്യം കൂടി ഞാൻ താങ്കളോട് ചോദിച്ചിരുന്നു. അതായത് ആ നേതാവിനെ നയിക്കുന്ന ഒരു മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനം
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിൽ നിന്ന് വളരെ പ്രത്യാശയുള്ള പ്രതികരണങ്ങൾ തുടക്കത്തിൽ കേട്ടല്ലോ നമ്മൾ. ഒരു വനിതാ നേതാവ് വളരെ ആർജവത്തോടുകൂടി സ്വയം നിലപാട് എഴുതി. ഇന്ന് എന്നോട് സംസാരിച്ചപ്പോൾ ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞത് സത്യത്തിൽ അവർ ആ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ കണ്ടു. താങ്കൾ പറഞ്ഞ പോലെ വളരെ ജെൻഡർ സെൻസിറ്റീവായി അതിശക്തമായ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ, സൈബർ ആക്രമണം സ്വന്തം പാർട്ടിക്കാർ വഴി, സ്വന്തം അനുയായികൾ വഴി, ആശാനേക്കാൾ വലിയ ശിഷ്യന്മാരെ നമ്മൾ കണ്ടില്ലേ. നേതാക്കൾ ഇന്നലെ കണ്ട നേതാക്കളെയല്ല നമ്മൾ ഇന്ന് കണ്ടത്. സത്യത്തിൽ കോൺഗ്രസ് പാർട്ടി എങ്ങനെ പെരുമാറണമായിരുന്നു, എങ്ങനെ പ്രതികരിക്കണമായിരുന്നു? മെത്രാപ്പൊലീത്ത അത് ആലോചിച്ചിട്ടുണ്ടോ? ശരത്ത് ഏതോ എന്നെ ഓർമ്മിപ്പിച്ചതിന് നന്ദി. ഞാനത് വിട്ടുപോയതാണ്. അതിനോട് പ്രതികരിക്കാം. ഞാൻ പല സമയത്തും പറഞ്ഞിട്ടുണ്ട്, ഞാൻ അടിസ്ഥാനപരമായിട്ടൊരു ഇടതുപക്ഷ സഹയാത്രികനാണെങ്കിലും ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്, കോൺഗ്രസ് പാർട്ടിക്ക് ഒരു വലിയ റോൾ ഇപ്പോഴും വഹിക്കാനുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി കൂടെയാണ് ഞാൻ. രാഷ്ട്രീയത്തെ അങ്ങനെ വായിച്ചെടുക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെ തള്ളിക്കളയാനൊന്നും ഞാനില്ല. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് ഫാഷിസം വളരെ ശക്തിയായി അതിന്റെ ആധിപത്യവും അധീശത്വവും പുലർത്തുന്ന ഒരു കാലത്ത് മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളൊക്കെ നശിച്ചു പോകാൻ പാടില്ല. ഇന്ത്യയിലെ ദേശീയ തലത്തിൽ ചിന്തിക്കുമ്പോൾ ഇന്ത്യയിലെ കോൺഗ്രസ് ഈസ് ദ ലാർജസ്റ്റ് സെക്യുലർ പൊളിറ്റിക്കൽ ഫോഴ്സ് ഇൻ ഇന്ത്യ. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടെയാണ് ഞാൻ. ഇടതുപക്ഷത്ത് നിൽക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ ഭാവിയിൽ ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ സഹകരിച്ച് ഇപ്പൊ ബംഗാളിലൊക്കെ ചെയ്യുന്നത് പോലെ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് തകർന്നു പോകരുത്, ജീർണിച്ചു പോകരുത് എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ ഇതിനോട് പ്രതികരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ആത്മഹത്യ ചെയ്ത് നശിച്ചു കളയുമെന്ന് തീരുമാനിച്ചാൽ പിന്നെ എന്ത് ചെയ്യും? അത്രയ്ക്ക് ജീർണിച്ച് സംസ്കാരവുമായിട്ട് മുന്നോട്ട് പോയാൽ എങ്ങനെയാണ് ഇത് നന്നാക്കാനായിട്ട് പറ്റുക? ഇന്ന് കോൺഗ്രസിൽ ഒരാൾ ജയിച്ചാൽ നാളെ കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിൽക്കണമെന്നില്ല എന്നുള്ള ഒരു സാഹചര്യം മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ നിലനിൽക്കുകയാണ്. അവിടെയാണ് ഇത്തരം പദപ്രയോഗങ്ങളിലൂടെ വളരെ വില കുറഞ്ഞ, മാന്യതയില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ കൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ഉള്ള വില കൂടെ കളയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കോൺഗ്രസ് സ്വയം ഒരു വലിയ കുഴിയിലേക്ക് ചെന്ന് ചാടുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചാൽ പിന്നെ ആർക്ക് എന്ത് സഹായം ചെയ്യാനായിട്ട് പറ്റും? അത് കോൺഗ്രസ് തന്നെ ആലോചിക്കേണ്ടതാണ്. അവിടെയാണ് ആദ്യം ഇതിൽ പ്രതിഷേധം അറിയിച്ചവർ പോലും പിറകോട്ട് പോയതിൽ അപകടം. ശരത്തിനോടൊപ്പം ഞാനും ആ ആശങ്ക പങ്കുവയ്ക്കുന്നത്. അതിൽ അവർ ഉറച്ചു നിൽക്കേണ്ടതായിരുന്നു, അദ്ദേഹത്തെ തിരുത്തേണ്ടതായിരുന്നു. കോൺഗ്രസ് അങ്ങനെ മാന്യമായ ഒരു നിലപാടെടുത്തിരുന്നുവെങ്കിൽ പൊതുസമൂഹം അതിന് വില കൊടുത്തരെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഭാഗ്യവശാൽ അവരെ നയിക്കുന്ന ചിന്താഗതി അങ്ങനെയല്ല എന്നോർത്ത് പരിതപിക്കുകയല്ലാതെ, സഹതപിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. മെത്രാപ്പൊലീത്ത, വളരെയധികം നന്ദി. ഞങ്ങൾക്ക് അനുവദിച്ച സമയം അവസാനിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ചർച്ചയുടെ ഇടയിൽ നിന്ന്, താങ്കളൊരു യാത്രക്കിടയിലാണ്, യാത്ര അല്പം മാറ്റിവെച്ചിട്ടാണ് ചർച്ചയിൽ പങ്കെടുത്ത ശേഷം പോകാം എന്ന് തീരുമാനിച്ചത്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സമയം മറ്റുള്ളവരുടേത് കൂടിയെടുത്ത് താങ്കളോട് സംസാരിച്ചത്. നന്ദി വളരെയധികം. ഇതുപോലൊരു പൊതു പ്രശ്നത്തിൽ താങ്ക് യു. ഒരു നിലപാട് പറയേണ്ടത് കൂടിയാണ്, ആ നിലപാട് ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കേണ്ടതല്ല എന്നുകൂടിയാണ് മെത്രാപ്പൊലീത്ത പൊതുസമൂഹത്തോട് പറയുന്നത്. ഇവിടെ ശ്രീ സജീവൻ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട്. താങ്കൾ ഈ ചർച്ച ശ്രീ എ ബി കുര്യാക്കോസ് എന്ന KPCC സെക്രട്ടറി നേതാവ് പറഞ്ഞത് നമ്മുടെ മുമ്പിലുണ്ട്. മെത്രാപ്പൊലീത്തയുടെ വാക്കുകളുണ്ട്. ശ്രീ കൃഷ്ണദാസ് അതേക്കുറിച്ച് തുടങ്ങി വെച്ചതുണ്ട്. സത്യത്തിൽ കെ സുധാകരനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനേക്കാൾ അപ്പുറം കോൺഗ്രസും BJP ഇതിലെടുത്ത നിലപാടുമൊക്കെയാണ് കൂടുതലായി വരേണ്ടത്. ഇന്ന് കണ്ട ഒരു മാറ്റം, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ സ്വയം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച പോലെയാണോ കോൺഗ്രസ് ഇതിനോടും പ്രതികരിച്ചത്? എന്നോടാണ് ശരത്ത്? അതെ, ശ്രീ സജീവനോടാണ്, താങ്കളോടാണ്. തീർച്ചയായിട്ടും നമ്മൾ സാധാരണഗതിയിൽ ഇതിനെ കാണേണ്ടത് സുധാകരന് അറിയാതൊരു കാര്യം പറയാം. പല നേതാക്കന്മാർക്കും സ്വാഭാവികമായിട്ടും പറ്റാറുള്ളതാണ്. ഒരു കാര്യം പറയുമ്പോൾ അവരുടെ വാക്കുകൾ പലപ്പോഴും തെറ്റിപ്പോവാറുണ്ട്. അത് സ്വയം തിരുത്തുക എന്നുള്ളതാണ് മര്യാദയായിട്ടുള്ള കാര്യം. അത് ആ പാർട്ടിയിലെ തന്നെ നേതാക്കന്മാർ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ച് തിരുത്തേണ്ടതാണെന്ന് പറയുമ്പോൾ തിരുത്തുകയോ അല്ലെങ്കിൽ അതിൽ പിടിവാശി കാണിക്കുകയോ ചെയ്യാതിരിക്കുക. പക്ഷെ ഇത് കണ്ടിട്ടുള്ളത് പറഞ്ഞാൽ ഈ സുധാകരന്റെ ഒരു മാന്യതക്കുറവിനേക്കാളൊക്കെ അപ്പുറത്ത് ഞാൻ സുധാകരൻ പറഞ്ഞതിനെ പോലും അല്ല കാണുന്നത്. സുധാകരൻ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, കെ സുധാകരന്റെ രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത് സ്വന്തം പാർട്ടിയുടെ നേതാക്കന്മാർക്കെതിരെ, കണ്ണൂരിലുള്ള അദ്ദേഹത്തിന്റെ
DCC പ്രസിഡന്റിനെ പൊരി വെയിലത്ത് നിർത്തിച്ച ആളാണ് സുധാകരൻ, പഴയ DCC പ്രസിഡന്റ്, ഇപ്പോഴത്തെ DCC പ്രസിഡന്റ് അല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സുധാകരൻ എന്നുള്ള പെരുമാറ്റത്തിന്റെ കാര്യമല്ല ഞാൻ ഇതിനും കൂടെ പറയുന്നത്. ഇപ്പൊ ഷാനിമോൾ വളരെ ആത്മാർത്ഥമായിട്ടാണ് ആദ്യത്തെ അവരുടെ പ്രതികരണം ഉണ്ടായതെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ചെന്നിത്തല ആദ്യഘട്ടത്തിൽ ആദ്യ ദിവസം പറഞ്ഞത് വളരെ കൃത്യമാണ്. അങ്ങനെ അദ്ദേഹത്തിന് പറയാവുന്ന ഒരു പരിധി വെച്ചുകൊണ്ട് അങ്ങനെ ഉള്ള പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇന്ന് ഇവരെല്ലാം തിരിച്ചു പറയുകയാണ്. ആരൊക്കെയാണ്? AICCയുടെ സംഘടനാ കാര്യ ജനറൽ സെക്രട്ടറി പോലും പറയുന്നു ഇതൊരു തെറ്റുമില്ല, സുധാകരൻ പറയുന്ന കൂടിയിട്ടെല്ലാം അവസാനിപ്പിക്കണമെന്നാണ് KC വേണുഗോപാൽ പറയുന്നത്. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഒക്കെ ഒറ്റയടിക്ക് വളയം ഇല്ലാതെ ചാടുന്നൊരവസ്ഥയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇതാണ് കോൺഗ്രസിന്റെ ഒരു അവസ്ഥ. സുധാകരനെ പോലെയുള്ള ഒരാള് മീശ പിരിച്ചാൽ അവിടെ മൂത്രമൊഴിക്കുന്ന ആളുകളാണ് ഈ നേതാക്കന്മാർ എന്ന് പറയുന്നു. മുല്ലപ്പള്ളി പോലും, മുല്ലപ്പള്ളിക്ക് ഒന്നും പറയാം, അദ്ദേഹം ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, നേതാക്കന്മാർ പ്രതികരിച്ചു. പ്രതികരിക്കേണ്ട പ്രധാനപ്പെട്ട നേതാവ് ആരാണ്? KPCC പ്രസിഡന്റാണ്. KPCC പ്രസിഡന്റ് ഒന്നും പ്രതികരിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് പ്രതിഷേധമുണ്ട്. അദ്ദേഹത്തിന് സുധാകരനോടുള്ള ഇരിപ്പുവശം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ സുധാകരനെതിരെ ഒരു പരാമർശമെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സുധാകരൻ പറയുന്ന മുഴുവൻ ഇതേപോലെയൊന്നും ആയിരിക്കില്ല. സുധാകരൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ള പിണറായിയെ കുറിച്ച് പറഞ്ഞൊന്നും ആയിരിക്കില്ല, അതിനപ്പുറത്തുള്ള മുഴുവൻ കേൾക്കേണ്ടി വരും. അതാണല്ലോ ഈ പ്രതിപക്ഷ നേതാവിനെതിരെ പോലും അദ്ദേഹം പറഞ്ഞ എന്താണ്? ഇന്നലെ അദ്ദേഹം മാറ്റി പറഞ്ഞതിന്റെ സാങ്കത്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, അതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ വാക്ക് മാറ്റുന്ന ഒരാളാണ് പ്രതിപക്ഷ നേതാവ്. അദ്ദേഹമാണ് ഇവിടെ ഈ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ഇതില്ലേ. നേരത്തെ പറഞ്ഞ പോലെ വീക്ഷണത്തിൽ വന്ന പോലെ ആദരാഞ്ജലി അർപ്പിക്കുന്ന വാക്കുകൾ സുധാകരൻ തുടർച്ചയായിട്ട് നടത്തുമായിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പ്രതിപക്ഷ നേതാവ് പേടിച്ച് ഈ നിലപാടെടുത്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഒരു പ്രശ്നമുള്ളത്, ഇപ്പൊ KC വേണുഗോപാൽ പറഞ്ഞ പോലെ സുധാകരൻ ഇതൊക്കെ വിശദീകരിച്ചതോടെ എല്ലാം അവസാനിച്ചു എന്ന് KC വേണുഗോപാലിന് വിശ്വസിക്കാം, ചെന്നിത്തലയ്ക്ക് വിശ്വസിക്കാം, ഷാനിമോൾ ഉസ്മാനോ മറ്റുള്ള ആളുകൾക്കൊക്കെ വിശ്വസിക്കാം. പക്ഷേ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിധേയത്വമില്ലാത്ത ആളുകൾക്ക് ഇതെന്താണ് മനസ്സിലാവുക? സുധാകരൻ പറഞ്ഞ വാക്ക് അതിൽ എന്താണ് തെറ്റ് എന്ന് അദ്ദേഹം ചോദിച്ചു. ശരിയാണ്, പണ്ടൊരാൾ ചോദിച്ചൊരു കാര്യമുണ്ട്, അദ്ദേഹം പട്ടിയുടെ മോനെ എന്ന് വേറൊരാൾ വിളിച്ചു. അപ്പൊ അത് വളരെ അധിക്ഷേപമാണെന്ന് പറഞ്ഞപ്പോൾ എന്താണ് അധിക്ഷേപം? ഞാൻ പറഞ്ഞതിൽ പട്ടി എന്നത് ഒരു ജീവിയുടെ പേരല്ലേ, അതിലെന്താണ് അധിക്ഷേപമായിട്ട്, അതിലെന്താണ് അസഭ്യമായിട്ട് എന്താണുള്ളത് എന്ന് ചോദിച്ചു. മോനെ എന്നുള്ള ഏറ്റവും പ്രിയപ്പെട്ട വാക്കല്ലേ എന്നും ചോദിച്ചു. ഇതേപോലെയാണ് സുധാകരന്റെ ഇന്നത്തെ ഈ വ്യാഖ്യാനങ്ങൾ. അദ്ദേഹം ഒരാൾ പറയുന്ന വാക്കല്ല, അദ്ദേഹം പറയുന്ന ടോണാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെ ഈ രീതിയിൽ ഇപ്പൊ സുധാകരൻ പറഞ്ഞ രീതിയിലാണെങ്കിൽ ഓരോ ആളെയും പരാമർശിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പിതാവിന്റെ ജാതിയോ മതമോ കുലത്തൊഴിലോ എന്താണോ അതൊക്കെ പറഞ്ഞാണ് നമ്മൾ പറയുക. ഇപ്പൊ ശരത്തിനെ ഞാൻ അങ്ങനെയാണോ വിശേഷിപ്പിക്കേണ്ടത്? ഇന്ന ആളുടെ മകനെ എന്നാണോ? ആളുടെ പേര് പറഞ്ഞിട്ടല്ല. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ട് പറയുന്നത് ശരിയാണോ? അപ്പൊ ഈ പറയുന്ന വാക്കല്ല പ്രശ്നം, അതിനകത്ത് അതിന്റെ പിന്നിലുള്ള ദുഷ്ടബുദ്ധിയും ദുഷ്ടലാക്കുമാണ് പ്രശ്നം. അത് സുധാകരൻ നടത്തി എന്നുള്ള കാര്യത്തിൽ നിഷ്പക്ഷമായിട്ട് ഇപ്പൊ ഇവിടെ ദുർലഭ് പിതാവ് പറഞ്ഞില്ലേ, ഒരു ആത്മീയ നേതാവ് കൃത്യമായിട്ട് പറഞ്ഞ അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയം ഇല്ലല്ലോ, അദ്ദേഹം പറഞ്ഞല്ലോ കൃത്യമായിട്ട് ഇത് ശരിയല്ല, അത് ആര് പ്രയോഗിച്ചാലും തെറ്റാണ് എന്ന് പറയുമ്പോൾ തെറ്റായിട്ടുള്ളതിനെ തെറ്റാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പൊ എന്റെ മനസ്സിലേക്ക് വരുന്നത് ഒരു ഘട്ടത്തിൽ, ഇത് നേതാവിന്റെ പരാമർശത്തിലാണെന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നില്ല, രാഹുൽ ഗാന്ധി പറഞ്ഞു പറഞ്ഞ തെറ്റാണ്, അത് ശരിയല്ലാത്ത പരാമർശമാണ് എന്ന് പറഞ്ഞ് തിരുത്തിയ ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി ഇപ്പോഴും ഉള്ള പഴയ നെഹ്റുവിനെ കുറിച്ചോ ഇന്ദിരാഗാന്ധിയെ കുറിച്ചോ മറ്റു നേതാക്കന്മാരെ കുറിച്ചോ അല്ല പറയുന്നത്. രാഹുൽ ഗാന്ധി അടുത്ത കാലത്ത് തിരുത്തിയ ആ പാർട്ടിയിലാണ് ഇപ്പോൾ ഈ തെറ്റ് പറഞ്ഞവനെ ന്യായീകരിക്കുന്ന രീതിയിലേക്ക് AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിട്ടുള്ളത്. ഇവരൊക്കെ പറയുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നാട്ടുകാർ കേൾക്കുമ്പോൾ അവർക്കറിയാലോ സുധാകരൻ ഈ പിണറായി വിജയനോടുള്ള വല്ലാത്ത പ്രേമം കൊണ്ടാണ് ഇതൊക്കെ അദ്ദേഹത്തോടുള്ള വലിയ ആദരവ്. അതും സുധാകരൻ പറഞ്ഞിരുന്നു. ഈ കമ്മ്യൂണിസ്റ്റ് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ജീവിതത്തിൽ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് ആവാത്ത സംഘടനാ കോൺഗ്രസും ജനതാ പാർട്ടിയും ഒക്കെ ആയിരുന്ന സുധാകരനാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകളെ കമ്മ്യൂണിസം പഠിപ്പിക്കുന്നത്. കമ്മ്യൂണിസം പഠിപ്പിക്കുന്നതിന്റെ
അന്ന് ഇത് സുധാകരൻ ബാധകമാണല്ലോ. നെഹ്റുവിന്റെ സോഷ്യലിസത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ സുധാകരൻ ഇതനുസരിച്ച് പ്രവർത്തിക്കണമല്ലോ. ഇവിടെ നേരത്തെ കുർലോസ് പിതാവ് പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. ഇത് എന്താണ് ആഡംബരം? ഇവിടെ ആഡംബരം എന്ന് പറയണമെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ഈ ദിവസവും ഹെലികോപ്റ്ററിൽ ഒരു സ്ഥലത്ത് അദ്ദേഹം തന്റെ വസതിയിൽ നിന്നും ഈ സെക്രട്ടേറിയറ്റിലേക്കും അവിടെ നിന്ന് നിയമസഭയിലേക്കും അത് കഴിഞ്ഞ് വേറെ പരിപാടികൾക്കൊക്കെ ദിവസവും പോയിക്കൊണ്ടിരിക്കുകയാണ്. നിർബന്ധമായിട്ടും നമ്മൾ ഇതിന് ആഡംബരം എന്ന് പറയണം. സുധാകരൻ ഉപയോഗിച്ച വാക്കല്ലാതെ എന്ന് പറയാം. നമ്മുടെ മുഖ്യമന്ത്രി ആഡംബര പ്രിയനാണ്. ഇതൊരിക്കലും കേരളത്തിന് യോജിച്ചല്ല, ഒരു കമ്മ്യൂണിസ്റ്റിന് യോജിച്ചല്ല എന്ന് പറയാം. ഇപ്പോ കുലോസ് പിതാവ് പറഞ്ഞ പോലെ തന്നെ ആകെ 1-2 തവണ പ്രളയത്തിന്റെ സമയത്ത് പോയിട്ട് ബാക്കി സമയത്ത് ബാക്കിയുള്ള ജീവകാരുണ്യ പ്രവർത്തനത്തിനാണ് ആ ഹെലികോപ്റ്റർ വിട്ടുകൊടുത്തുള്ളത്. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ ദൂരത്തിന്റെ കാര്യം പറയുക? അപ്പൊ സുധാകരൻ ഒറ്റ താല്പര്യമുള്ളൂ, ചില കാര്യങ്ങൾ പറയണം, ചില അധിക്ഷേപ വാക്കുകൾ പറയണം. അത് പറഞ്ഞിട്ട് പിന്നീട് പട്ടിയുടെ മോനെന്ന് വിളിച്ച ആളെ പോലെ ഇതിന്റെ ന്യായീകരണങ്ങളിലേക്ക് പോകുന്നതിൽ അതൊരു യുക്തിയുമില്ല. അത് സാധാരണ ജനങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയുമില്ല. തീർച്ചയായും അത് പറയുമ്പോൾ ഞാൻ ശ്രീ NN കൃഷ്ണദാസിലേക്കാണ്. ഇന്നിപ്പോൾ ശ്രീ വിജയരാഘവൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അത് ഈ ചർച്ചയുടെ ഭാഗമായി കൂടെ മുന്നോട്ട് വെക്കുന്നു. നിരന്തരം ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കറങ്ങി നടക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരുപാട് നേതാക്കളുള്ള ഒരു സംവിധാനം നിലനിൽക്കെയാണ് സർക്കാർ സംവിധാനത്തിന് ഈ പറഞ്ഞ വിധമൊക്കെ ഒരു ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള സംവിധാനത്തെ പരിഹസിക്കാൻ ശ്രമിക്കുന്നത്. ആ വൈരുദ്ധ്യത്തെയാണ് ഇന്ന് വിജയരാഘവൻ CPMന്റെ ആക്ടിംഗ് സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടിയത്. ഇടയിൽ മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ വന്ന വർത്തമാനം, ഈ അടുത്ത കാലത്ത് ചില ദേശീയ നേതാക്കളൊക്കെ കേരളത്തിലേക്ക് വന്നിരുന്നല്ലോ, അവരൊക്കെ എങ്ങനെയാണ് വന്നത് എന്നൊക്കെ അന്വേഷിക്കാവുന്നതാണ്. ഈ കഴിഞ്ഞ ദിവസവും ബാംഗ്ലൂരിൽ നിന്ന് ഇവിടേക്ക് വന്ന നേതാക്കളുണ്ട്. അവരെല്ലാം വന്നത് ഇതുപോലെ തന്നെയുള്ള സ്പെഷ്യൽ ഫ്ലൈറ്റിലാണോ ചാർട്ടേഡ് ഫ്ലൈറ്റിലാണോ എന്നൊക്കെയുള്ളത് എല്ലാം അന്വേഷിക്കാവുന്ന ചില പ്രധാനപ്പെട്ട ടിപ്പാണ് എന്ന് പറഞ്ഞു എന്ന് മാത്രം. ശ്രീ NN കൃഷ്ണദാസ്, ഇവിടെ ശ്രീ എബി കുര്യാക്കോസ് എന്ന KPCC സെക്രട്ടറി അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ? അദ്ദേഹം വളരെ കൃത്യമായൊരു ഡിഫൻസ് എടുത്തു വെച്ചിട്ടുണ്ട്. മുൻപ് മുഖ്യമന്ത്രി തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലേ എന്ന് തോന്നിപ്പിക്കുന്ന രാഷ്ട്രീയ വിമർശനങ്ങളെ ഇതിന് മറുവാദമായി ഉന്നയിക്കുന്നു. മറ്റൊന്ന്, ഐശ്വര്യ കേരള യാത്രയിലൂടെയാണ് ഇതെല്ലാം പുറത്തു വരുന്നത് എന്നതുകൂടി കാണണ്ടേ? യഥാർത്ഥത്തിൽ CPMന്റെ ഒരു വിലയിരുത്തലിൽ കോൺഗ്രസ്സിന്, ഈ വിഷയത്തെ കൈകാര്യം ചെയ്ത കോൺഗ്രസ്സിന് സംഭവിക്കുന്നത് എന്താണ്? ഇതിൽ വളരെ സ്പഷ്ടമായി കേരളീയ സമൂഹം ബോധ്യപ്പെട്ടു പോരുന്ന ഒരു വാസ്തവമുണ്ട്. ആ വാസ്തവം എന്താണെന്ന് വെച്ചാൽ, പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഒരു ദിവസം മുഖ്യമന്ത്രിയായ ഒരു വ്യക്തിയല്ല. അദ്ദേഹത്തിന് വളരെ സുദീർഘവും സമരോത്സുകവും പോരാട്ടത്തിൻ്റെ തീക്ഷണ പോരാട്ടങ്ങളുടെ അനുഭവമുള്ള വലിയൊരു ഭൂതകാലമുണ്ട്. ആ ഭൂതകാലത്തിൻ്റെ കരുത്തിലാണ് ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ജനഹൃദയങ്ങളിലേക്ക് പിണറായി വിജയൻ വരുന്നത്. ഇതിൽ നിന്ന് വായിച്ചെടുക്കാവുന്ന ഒരു പരമാർത്ഥം, ഞാൻ കോൺഗ്രസിൻ്റെ പ്രിയ സുഹൃത്ത് പറഞ്ഞ കാര്യങ്ങളിലേക്കൊന്നും അതൊന്നും ഞാൻ മറുപടിയെ പറയുന്നില്ല. അർഹമല്ലാത്ത കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയുകയാണ്. ഒരു കാര്യം നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം, സഖാവ് പിണറായി വിജയൻ ഏതെങ്കിലും വ്യക്തിപരമായ ഒരു കാര്യത്തിന് ഏതെങ്കിലും വ്യക്തികളെ ആക്ഷേപിക്കുകയോ ഏതെങ്കിലും വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യത്തിന് ആരുമായിട്ടെങ്കിലും തർക്കങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്ത ഒരു ചരിത്രമില്ല. ഈ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇപ്പോൾ പുലർത്തിപ്പോരുന്നത് പോലെ ചില പ്രത്യേക കാര്യങ്ങളിൽ രാഷ്ട്രീയമായി അദ്ദേഹം നടത്തുന്ന ആക്രമണങ്ങളാണ്. രാഷ്ട്രീയമായി നല്ല ശക്തമായിട്ടുള്ള ആക്രമണം പിണറായി വിജയൻ എന്നുള്ള രാഷ്ട്രീയ നേതാവ് നടത്താറുണ്ട്. ഒരു വിട്ടുവീഴ്ചയും അക്കാര്യത്തിൽ അദ്ദേഹം ചെയ്യാറില്ല. എന്നാൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ ആ വിധത്തിൽ വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ട് എന്ന് പറയാനാവില്ല. നേരത്തെ ഇവിടെ പറഞ്ഞ പരാമർശങ്ങളുടെയൊക്കെ ചരിത്രം പരിശോധിക്കുകയാണ് എങ്കിൽ അതൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള ആക്രമണത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയും മുഖ്യമന്ത്രി ചെയ്യാറില്ല. അദ്ദേഹം മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പും ചെയ്യാറില്ല, ഇപ്പോഴും ചെയ്യാറില്ല. ഇപ്പോഴും നല്ല രാഷ്ട്രീയ നിലപാടുകൾ, അതിശക്തമായി ഇടതുപക്ഷ രാഷ്ട്രീയത്തെ സംരക്ഷിക്കുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നതിന് ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയാണ് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ. ഇത്രയും മാത്രമേ ഞാൻ അതിനെ സംബന്ധിച്ച് പറയുന്നുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം അദ്ദേഹം സൂചിപ്പിച്ചതും, ഇപ്പോൾ ശരത്ത് എന്നോട് പ്രതികരണം ആവശ്യപ്പെടുകയും ചെയ്ത ഒരു കാര്യം, ഞാനത് നേരത്തെ ഓർമ്മയില്ലാത്തതുകൊണ്ടല്ല പറയാതിരുന്നത്. കോൺഗ്രസ് പാർട്ടിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് താരതമ്യം ചെയ്യുന്നത് ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. കോൺഗ്രസ് പാർട്ടി ഒരു
ജീർണ രാഷ്ട്രീയ സംസ്കാരത്തെ പ്രതിനിധാനം ചെയ്യുകയും അതിനെ മഹത്വവൽക്കരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് പാർട്ടി. ആ കോൺഗ്രസ് പാർട്ടിയുടെ ഏതെങ്കിലും പ്രവൃത്തികളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി താരതമ്യപ്പെടുത്തുന്നത് ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ് ഞാൻ. എങ്കിലും ശരത്ത് പറഞ്ഞുകൊണ്ട് ചില പ്രതികരണങ്ങൾ ഈ കോൺഗ്രസിൻ്റെ വളരെ പ്രമുഖരായിട്ടുള്ള ഇന്ന് കോൺഗ്രസ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നേതൃദാരിദ്ര്യം അനുഭവിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് കോൺഗ്രസിൻ്റെ ഇന്ന് കോൺഗ്രസ് പാർട്ടിയെ ദേശീയ തലത്തിൽ നയിക്കാൻ പ്രാപ്തരായിരുന്ന വലിയ കുറേ കോൺഗ്രസ് നേതാക്കൾ തുടരെയായി ദുരൂഹ സാഹചര്യങ്ങളിൽ മരണപ്പെട്ടതായിരുന്നു. മാധവറാവു സിന്ധ്യ, രാജേഷ് പൈലറ്റ്, രാജശേഖർ റെഡ്ഡി, ഇങ്ങനെയൊക്കെയുള്ളവർ. ഇവരൊക്കെ സാധാരണഗതിയിൽ തോണിമറിഞ്ഞ് മരിച്ചതാണോ? ഇവരൊക്കെ വിമാനാപകടങ്ങളിലാണ് മരിക്കുന്നത്. എത്ര കൊല്ലം മുമ്പ്? അതൊന്നും സർവീസ് ഫ്ലൈറ്റുകളായിരുന്നില്ല. അതൊക്കെ സാധാരണഗതിയിൽ ചാർട്ടേഡ് ഫ്ലൈറ്റുകളോ സ്വകാര്യ വിമാനയാത്രകളിലോ ആയിരുന്നു വിമാനങ്ങളിലൊക്കെ അപകടമുണ്ടായത്. കോൺഗ്രസിൻ്റെ ഇന്ദിരാഗാന്ധിയുടെ മകനായിരിക്കെ രാജീവ് ഗാന്ധിയുടെയും രാജീവ് ഗാന്ധി രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് കോൺഗ്രസ് പാർട്ടിയെ നയിച്ചിരുന്ന അടിയന്തരാവസ്ഥയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റായി കോൺഗ്രസിനെ നയിച്ചിരുന്നതാണ് സഞ്ജയ് ഗാന്ധി. അദ്ദേഹം മരണപ്പെട്ടത് എങ്ങനെയായിരുന്നു? ഒരു സ്കൂട്ടർ ആക്സിഡൻറ്റിലല്ല. ഇത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ തന്നെ ആമുഖമായിട്ട് പറഞ്ഞു, എൻ്റെ പാർട്ടിയെ ജീർണ സംസ്കാരത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിനോട് ചേർത്ത് വെച്ച് വായിക്കാനോ താരതമ്യപ്പെടുത്താനോ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ പറയുമ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കൾ പഴയ കാര്യങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഇടവരുത്തുന്ന വിധത്തിൽ പറയരുത്. ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ച രാജസ്ഥാനിലെ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് വേറെ ഒരു പൊതുകാര്യത്തിനുമല്ല കോൺഗ്രസ് പാർട്ടിയുടെ ആഭ്യന്തര ഗൂഢാലോചനകൾക്ക് വേണ്ടി വന്നതാണ്. അവരുടെ രാഷ്ട്രീയ ഗൂഢാലോചനകൾക്ക് വേണ്ടി എത്തിയതായിരുന്നു. അദ്ദേഹം വന്നത് എങ്ങനെയായിരുന്നു? അദ്ദേഹത്തിന് ജയ്പൂരിൽ നിന്ന് ബോംബെ വഴി തിരുവനന്തപുരത്തേക്ക് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് സർവീസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം വന്നത് എങ്ങനെയായിരുന്നു? ഇപ്പോൾ പറയുമ്പോൾ ഓരോരുത്തരും മലർന്നു കിടന്ന് തുപ്പരുത് എന്ന് എൻ്റെ പ്രിയ സ്നേഹിതൻ കോൺഗ്രസിൻ്റെ പ്രതിനിധിയെ ഓർമ്മിപ്പിക്കാൻ ഞാൻ പറഞ്ഞതാണിത്. ഞാൻ വീണ്ടും മൂന്നാമതും ആവർത്തിക്കുന്നു, അത് ഈ ഡിബേറ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷക സമൂഹത്തിൻ്റെ മുമ്പിലാണ് ഞാൻ സമർപ്പിക്കുന്നത്. ഈ ജീർണതയുടെ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് പാർട്ടിയെ ഒരു കാര്യത്തിലും ഉദാഹരിച്ച് ഒപ്പം ചേർത്ത് വെക്കാൻ എൻ്റെ പാർട്ടിയെ അനുവദിക്കില്ല എന്ന ജാഗ്രതയുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഇത് മനഃപൂർവ്വം പറയാതിരുന്നതാണ്. ഇവരുടെ പ്രശ്നം ഇത് തന്നെയാണ്. കോൺഗ്രസ് പാർട്ടി, ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുന്നു, എന്തുകൊണ്ടാണ് കെ സുധാകരൻ്റെ ഇത്തരം പ്രസംഗത്തോട് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ നടത്തിയ സ്വാഭാവിക പ്രതികരണം, ആ സ്വാഭാവിക പ്രതികരണത്തെ വളരെ പ്ലാൻഡായി സപ്രസ് ചെയ്ത് അവരെ കൊണ്ടൊക്കെ തിരുത്തി പറയിക്കുമ്പോൾ ഒരു നേതാവ് പറഞ്ഞു, എന്നെ ഇത് നിർബന്ധിച്ചിട്ടൊന്നല്ലേ ഞാൻ പറയുന്നത് എന്നുകൂടി ചേർത്ത് പറഞ്ഞു. അതോടുകൂടി എല്ലാം വ്യക്തമായി. ഇത് തന്നെയാണ് കാരണം. ഞാൻ ഉത്തരവാദിത്വത്തോടു കൂടി പറയുന്നു, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഒരു പാലം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സുധാകരൻ BJP-യിലേക്ക് പണിത് വെച്ചിട്ടുണ്ട്. സ്വകാര്യ സഞ്ചാരം മാത്രമേ അതിലൂടെ നടത്തുന്നുള്ളൂ. ആ പാലത്തിലൂടെ പരസ്യയാത്ര നടത്തി മറുതുരുത്തിലേക്ക് എൻ്റെ വണ്ടി ഓടിച്ച് ഞാൻ പോകും ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഖത്ത്, അതോടുകൂടി നിങ്ങളുടെ കഥ കഴിയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് സുധാകരൻ ഇവരെ കൊണ്ടൊക്കെ മാപ്പ് പറയിപ്പിച്ചത്. ഇയാൾ അങ്ങനെയാണ്. പക്ഷേ കോൺഗ്രസ് പാർട്ടി ഇത്ര വലിയ ജീർണതയുടെ പാർട്ടിയാണെങ്കിൽ പോലും കേരളത്തിലല്ലേ ജീവിക്കുന്നത്? കേരളത്തിന് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമല്ലേ കോൺഗ്രസ് പാർട്ടി? അത് മനസ്സിലാക്കണ്ടേ? കോൺഗ്രസ്സുകാരായാലും കമ്മ്യൂണിസ്റ്റുകാരായാലും ഇതര രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലോ ഉത്തരേന്ത്യയിലെ പല മേഖലകളിലോ ഉള്ളതുപോലെ ഭരണവാഴ്ച അവസാനിച്ചു പോയെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിൽ ചേക്കേറി പഴയ ഫ്യൂഡൽ പ്രഭുക്കന്മാരും രാജാക്കന്മാരുമാണ് പാർലമെന്റിലും ഇപ്പോഴത്തെ ജനാധിപത്യ ഭരണത്തിന്റെ തലപ്പത്തും വരുന്നത് എങ്കിൽ കേരളത്തിൽ അങ്ങനെ പഴയ ഫ്യൂഡൽ പ്രഭുക്കൾക്കോ അല്ലെങ്കിൽ മുതലാളിമാർക്കോ അതുമല്ലെങ്കിൽ രാജപരമ്പരയിൽ പെടുന്നവർക്കോ നമ്മുടെ ജനാധിപത്യ ഭരണത്തിന്റെ ചുക്കാൻ പിടിക്കാൻ കഴിയാതെ പോകുന്നതിന്റെ കാരണം കേരളം വ്യത്യസ്തമാണ് എന്നതുകൊണ്ടാണ്. കേരളത്തിൽ ഉണ്ടായിട്ടുള്ള സാമൂഹ്യ നവോത്ഥാനം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെയും സംസ്കരിച്ചത് കൊണ്ടാണ്. കോൺഗ്രസിനെ ഉൾപ്പെടെ സംസ്കരിച്ചു. കേരളത്തിലെ കോൺഗ്രസ് പോലെയാണ് ഉത്തരേന്ത്യയിലെ കോൺഗ്രസ്. എന്തുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് ഈ തരത്തിലുള്ള ഒരു സ്വഭാവത്തിലേക്ക് മാറി? കേരളത്തിന്റെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ റിഫൈൻ ചെയ്തു കേരളത്തിന്റെ സമൂഹം കോൺഗ്രസ് പാർട്ടിയെ പോലും. അതിന്റെ മുഖത്താണ് നിങ്ങൾ ഇങ്ങനെ കാർക്കിച്ചു തുപ്പുന്നത് എന്ന്
സ്വയം ഒന്ന് ആലോചിക്കണം കോൺഗ്രസ് പാർട്ടി. അതേ എനിക്ക് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ ചിന്തിക്കാനും ആലോചിക്കാനും കഴിയുന്ന ഒരു രാഷ്ട്രീയ പരിതസ്ഥിതിയിലാണോ ആ പാർട്ടി എന്നതുകൂടി ശ്രീ കൃഷ്ണദാസും ആലോചിക്കേണ്ടതുണ്ട്. ഈ താങ്കൾ പറഞ്ഞത് ഇപ്പോൾ ബി ജെ പിയിലേക്കിട്ട പാലത്തെക്കുറിച്ച് പറഞ്ഞു, ചോദ്യമായിട്ടല്ല, ബി ജെ പിയിലേക്കിട്ട പാലത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി എങ്ങാനും കെ സുധാകരൻ ബി ജെ പിയിലേക്ക് പോയാൽ ഇടതുപക്ഷം എത്ര ശക്തമായി കോൺഗ്രസിനെ ആക്രമിക്കും കണ്ടില്ലേ. അതുകൊണ്ട് ഇടതുപക്ഷത്തെ കൂടി ഭയന്നാണ് അങ്ങോട്ടേക്ക് പോകാതിരിക്കാൻ പറയാൻ പറ്റുന്ന ഒരു വാക്കല്ലേ മാറ്റി പറയാൻ പറ്റൂ. അങ്ങനെ മാറ്റി പറഞ്ഞ് കെ സുധാകരനെ തൽക്കാലം, അല്ലെങ്കിൽ കെ സുധാകരന് അത്തരം ചിന്ത പകർന്നു നൽകാതിരിക്കാൻ ആ നേതാക്കൾ പരിശ്രമിച്ചു. അതിനപ്പുറത്തേക്കൊന്നും രാഷ്ട്രീയമായി ചിന്തിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലാണോ കോൺഗ്രസ് കേരളത്തിൽ പോലും എന്നുള്ളത് അതിൽ കാണേണ്ടതാണ്. കെ സുരേന്ദ്രൻ, ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ്, അപ്പോൾ തന്നെ കെ സുധാകരനെ സ്വാഗതം ചെയ്തല്ലോ. അതായത് നോക്കൂ, നാട്ടിൻപുറത്തൊരു പഴഞ്ചൊല്ലുള്ളതുപോലെ എനിക്കത് ഒരു പൊതുസംവാദത്തിൽ പറയാൻ അത് മാന്യമല്ലാത്തതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല. സുധാകരനെ ജാമ്യത്തിലെടുക്കാൻ എത്ര പെട്ടെന്നാണ് ബി ജെ പിയുടെ കേരളത്തിലെ സംസ്ഥാന പ്രസിഡന്റ് വന്നത്, ജാമ്യക്കാരെയും കൂട്ടി വന്നത്. സുധാകരനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി ഓടിയെത്തിയത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. കാരണം അവർ തിരിച്ചറിഞ്ഞു, രണ്ട് കാരണം കൊണ്ട്. അന്ന് അവർ തമ്മിലുള്ള അന്തർധാരയുടെ ശക്തി. രണ്ട്, കോൺഗ്രസ് പാർട്ടിയിലെ നേതാവായിട്ട് സുധാകരനും അനുയായി വൃന്ദങ്ങളും ബി ജെ പിക്ക് പറ്റിയ തുണക്കാരാണ്, അംഗത്തുണയ്ക്ക് പറ്റിയവരാണ് എന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ്. എത്ര പെട്ടെന്നാണ് ആ നേതാക്കളുടെ വേദന, രാഷ്ട്രീയമായ ധർമ്മസങ്കടം കൂടി താങ്കൾ മനസ്സിലാക്കണം എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ആ പറഞ്ഞു വന്നതിൽ ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. അല്ല, ഇതിൽ ഇടതുപക്ഷത്തിനൊരു പ്രശ്നം ഉണ്ടായിട്ടല്ല ഞാൻ പറയുന്നത്. കേരളീയ സമൂഹം വ്യത്യസ്തമാണ് എന്ന് കോൺഗ്രസ് പാർട്ടി തിരിച്ചറിയാതെ പോകരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. കേരളം അംഗീകരിക്കുന്നില്ല ഈ നിലപാടിനെ, അത് കോൺഗ്രസ് പാർട്ടി തിരിച്ചറിയണം. ഒരു സുധാകരന് പറ്റിയതൊരു മിസ്റ്റേക്ക് ആണെങ്കിൽ, ഒരു നാക്കുപിഴയാണെങ്കിൽ അത് തിരുത്തുകയായിരുന്നു കോൺഗ്രസ് പാർട്ടി കേരളീയ സമൂഹത്തോട് ചെയ്യേണ്ടിയിരുന്ന മാന്യത എന്നാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും സുധാകരന് നാവുപിഴയല്ല എന്നും ബോധപൂർവം പറഞ്ഞതാണ് എന്ന് അദ്ദേഹം ഇന്നലെയും ഇന്നുമായി ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനൊപ്പമാണ് ഇപ്പോൾ നേതാക്കൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ ബി കുര്യാക്കോസ്, ഇത്തരത്തിലുള്ള ഒരുപാട് സംശയങ്ങൾ, ഞാനതൊന്നും ഒരു വിഷയം പോലും ആവർത്തിക്കാതെ താങ്കൾ, ഇത്തരം ഒരുപാട് സംശയങ്ങൾ പൊതുസമൂഹത്തിൽ നിൽക്കുന്നു, അത് ബലപ്പെട്ട് തന്നെ നിൽക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിലാണോ ഈ മാറ്റം എന്നുള്ളതാണ്. നോക്കാം, ഒരു സെക്കൻഡ്സിൻ്റെ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്നലെയും ഇന്നും പറഞ്ഞത് കുറച്ച് സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ, ഒന്ന് കാണാം. കെ സുധാകരന്റെ ഭാഗത്തൊരു പരാമർശമുണ്ടായി, മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ചെത്തുകാരന്റെ മകൻ ഹെലികോപ്റ്റർ സഞ്ചരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പരാമർശം, അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, അത്തരം പരാമർശങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ്. നമുക്കിപ്പോൾ അവസാനിപ്പിക്കാം. ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, അതിന് മറുപടി പറഞ്ഞല്ലോ. ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ സുധാകരനുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് കാര്യങ്ങൾ വിശദീകരിച്ചു. സുധാകരൻ അങ്ങനെ മുഖ്യമന്ത്രിക്കെതിരായ ഒരു മോശം പരാമർശം നടത്തിയില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാനത് പരിശോധിച്ചപ്പോൾ അത് ശരിയുമാണ്. ഇന്നലെ കോഴിക്കോട് വെച്ച് പത്രക്കാരെന്നോട് ചോദിച്ചപ്പോൾ ഞാനൊരു പൊതുവായ സ്റ്റേറ്റ്മെൻറ്റാണ് പറഞ്ഞത്, അല്ലാണ്ട് സുധാകരനെ ഒരിക്കലും ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല. സുധാകരൻ ഈ നമ്മുടെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു അസറ്റാണ്. അദ്ദേഹത്തെ ഞാൻ തള്ളി പറഞ്ഞു എന്നുള്ള വാർത്ത ശരിയല്ല. ശ്രീ ബി കുര്യാക്കോസ്, ഇന്നലെ തെറ്റും ഇന്ന് ശരിയുമാകുന്നത് എങ്ങനെയാണ് കെ സുധാകരൻ? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ വാക്ക് ഞാൻ ആവർത്തിക്കുകയാണ്. ശ്രീ കെ സുധാകരൻ കേരളത്തിലെ കോൺഗ്രസിനും ജനാധിപത്യ ചേരിക്കും ഒരു അസറ്റാണ്. നിങ്ങൾ ഇത് പറയുന്ന കേട്ടാൽ അദ്ദേഹം ജനമധ്യത്തിലല്ലേ താമസിക്കുന്നത്? MLA ആയിട്ട് ജയിച്ചു, മന്ത്രിയായില്ലേ? കണ്ണൂരിൽ എത്ര പ്രാവശ്യം പാർലമെന്റിൽ വിജയിച്ചു വന്നു. എത്രയേറെ CPM ഉണ്ടാക്കുന്ന മർദ്ദനങ്ങൾ, കൊലപാതകത്തിന്റെ നടുവിൽ ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്ന ധീരനായ നേതാവല്ലേ ശ്രീ കെ സുധാകരൻ. അദ്ദേഹത്തിന്റെ പ്രസംഗം മുഴുവൻ കേട്ട് പരിശോധിച്ചാൽ ശരത്തിനോടും പ്രിയപ്പെട്ട ശ്രീ സജീവനോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളതാണ്. നിങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗം മുഴുവൻ കേൾക്കുമ്പോൾ ഇത്തരം ഒരു ചർച്ചയല്ല വരുന്നത്. അദ്ദേഹം ഉന്നയിച്ച രാഷ്ട്രീയ വിഷയങ്ങൾ, പിണറായി വിജയൻ, ഇടതുപക്ഷ മുന്നണി, CPM, അതിനൊക്കെ മറുപടി പറയേണ്ടി വരും. അതിൽ നിന്നും ഒരു ഭാഗം അടർത്തിയെടുത്ത് ബോധപൂർവമായ ഈ ചർച്ച ഉണ്ടാകുന്നതിൽ പ്രധാനപ്പെട്ട കാര്യം ശ്രീ കെ സുധാകരനെ നിങ്ങൾ ഭയപ്പെടുന്നു. പിണറായിയും CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കെ സുധാകരനെ ഭയപ്പെടുന്നു. അതാണ് ഈ ചർച്ച വഴിതെളിക്കുന്നത്. യഥാർത്ഥത്തിൽ അതാണോ
അതിലേക്കാണ് ഞാൻ വരുന്നത്. താങ്കളുടെ ഈ വിഷയത്തിലുള്ള രാഷ്ട്രീയ വിശദീകരണം ആയി എങ്കിൽ എനിക്ക് അവസരം അല്ല, താങ്കൾക്ക് തന്നെയാണ് അവസരം. താങ്കൾക്ക് തന്നെയാണ് അവസരം. താങ്കളുടെ രാഷ്ട്രീയ നിങ്ങളുടെ ചർച്ച അംഗീകരിക്കില്ല. PSC പുറംവാതിൽ നിയമനങ്ങളാണ് മുഴുവൻ നടക്കുന്നത്. MP രാജേഷിന്റെ ഭാര്യയുടെ നിയമനത്തെ ആക്ഷേപം പുറത്തു വന്നേക്കുകയാണ്. ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടി കേരളത്തിലെ യുവലക്ഷങ്ങളെ വഞ്ചിക്കുന്ന പിണറായി സർക്കാരിന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ചു വിട്ടുന്നതിന് വേണ്ടി ഒരു വരി അടർത്തിയെടുത്ത് ബോധപൂർവമായി നടത്തുന്ന ഈ ചർച്ച കേരളത്തിന്റെ മണ്ണിൽ വിലപ്പോവില്ല. ശരി, താങ്കളുടെ രാഷ്ട്രീയ വിശദീകരണം അക്കാര്യത്തിലായി എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എന്റെ ചോദ്യത്തിലും നമ്മുടെ ഈ ചർച്ചയുടെ ഫോർമാറ്റിനകത്തേക്കും കൊണ്ടുവരുന്നു. അതിനോട് താങ്കൾ സഹകരിച്ചേ പറ്റൂ. ശ്രീ എബി കുര്യാക്കോസ്, എന്റെ ചോദ്യം താങ്കൾ കേട്ടതായി ഭാവിക്കാതെ പോകരുത്. താങ്കൾ ഈ പറയുന്നതാണ് എങ്കിൽ താങ്കളുടെ നേതാക്കൾക്ക് ഇന്നലെ കെ സുധാകരൻ തെറ്റായി പോയി പറഞ്ഞത് എന്നൊരു ബോധം പൊതുവിൽ എങ്ങനെയുണ്ടായി? ഇന്നലെ എല്ലാ മാധ്യമങ്ങളും ഇത് ചർച്ച ചെയ്തില്ലേ? ഞങ്ങൾ ഇന്നലെ ചർച്ച ചെയ്ത് രാജ്യത്തെ കർഷക പ്രശ്നമാണ്. ഞങ്ങൾ ഇതെടുത്തു വെച്ച് ചർച്ച ചെയ്യല്ല ചെയ്തത്. ഇന്നലെ രമേശ് ചെന്നിത്തലയും ഷാനിമോൾ ഉസ്മാനും അതുപോലെ തന്നെ UDF കൺവീനർ MM ഹസനും അടക്കം ഇന്നലെ തെറ്റാണെന്ന് തോന്നിയത് അപ്പോൾ പിന്നെ എങ്ങനെയാണ്? നല്ലത് ഞാൻ പറഞ്ഞോട്ട് ഞാൻ ആ ഭാഗം ശക്തമായി പറഞ്ഞല്ലോ. കോൺഗ്രസിന്റെ അഭിപ്രായം ശക്തമായി ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്നുകൂടി ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട ശ്രീ കൃഷ്ണദാസ് അദ്ദേഹം കെ സുധാകരനെ ആക്ഷേപിച്ച് പറഞ്ഞല്ലോ. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ശ്രീ A വിജയരാഘവനും ശ്രീ K സുരേന്ദ്രനും എഴുതി തയ്യാറാക്കി പുറത്തുവിട്ട പ്രസ്താവനകൾ പരിശോധിക്കട്ടെ. ഒരു വരിയെങ്കിലും വ്യത്യാസമുണ്ടോ? ഇത്രയേറെ വർഗീയത വമിക്കുന്ന പ്രസ്താവനകൾ അടുത്ത കാലത്ത് പുറത്തു വന്നിട്ടുണ്ടോ? ശ്രീ K സുരേന്ദ്രനേക്കാൾ ഒരു പടി താഴെ തരംതാണ പ്രസ്താവനകളാണ് A വിജയരാഘവൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തിറക്കിയത്. പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞോ CPM-ന്? അവർ അദ്ദേഹത്തെ തിരുത്തേണ്ട സ്ഥിതിയെത്തി. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കേരളത്തിന്റെ പൊതുരാഷ്ട്രീയത്തിൽ വർഗീയത എത്ര തരംതാണ തരത്തിൽ വിശദമായി ഭമിപ്പിക്കുന്ന പ്രസ്താവനകൾ നടത്തുന്ന രണ്ടുപേരാണ് K സുരേന്ദ്രനും വിജയരാഘവനും. ഞാനൊരു കാര്യം താങ്കളോട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പറയാം. നമുക്ക് നിശ്ചയമായും ഒരു രാഷ്ട്രീയ നിലപാട് താങ്കൾക്കുണ്ട്. രാഷ്ട്രീയ വിശദീകരണം ഒരു ചർച്ചയുടെ ഭാഗമായി താങ്കൾക്ക് നടത്തേണ്ടി വരും. അതിനുള്ള സമയവും താങ്കൾക്കെന്നല്ല ഏത് ഗസ്റ്റിനും ഉള്ളതാണ്. അത് ശ്രീ കൃഷ്ണദാസനായാലും താങ്കൾക്കായാലും. പക്ഷേ നമ്മുടെ ഒരു വിഷയത്തിലേക്ക് ഇടയ്ക്കെങ്കിലുമൊക്കെ ഒന്ന് വരണ്ടേ? എൻ്റെ ചോദ്യം താങ്കൾ കേട്ടതുപോലുമില്ല എന്ന് നടിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ചോദിച്ചത്, എല്ലാവരെയും നിങ്ങൾ വിമർശിക്കുന്നു, നിങ്ങൾ അടർത്തിയെടുത്ത് പറയുന്നു, ഒരു ഭാഗം മാത്രം എടുത്ത് അല്ലെങ്കിൽ ഒരു വാചകം മാത്രം എടുത്ത് സുധാകരനെ വിമർശിക്കുന്നു എന്ന് താങ്കൾ പറയുന്നു. ഇന്നലെ ഷാനിമോൾ ഉസ്മാനും രമേശ് ചെന്നിത്തലയ്ക്കും UDF കൺവീനർ MM ഹസനും ഒക്കെയാണ് അങ്ങനൊരു വലിയ ചിന്താഗതി, ഇത് ശരിയായി പോയില്ല, കോൺഗ്രസിനും അങ്ങനെ ഒരു വലിയ തോന്നലുണ്ട്, സുധാകരൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നൊരു പൊതുബോധം വളർത്തിയില്ലേ? നേതാക്കൾക്ക് ഇന്നലെ തോന്നിയ തെറ്റ് ഇന്ന് ശരിയാകുന്നത് എങ്ങനെ? അത് ഞാൻ ആമുഖമായി പറഞ്ഞല്ലോ. 3-4 ദിവസം മുമ്പ് K സുധാകരൻ നടത്തിയ ഒരു പ്രസംഗമാണ്. അദ്ദേഹം ഐശ്വര്യ കേരള യാത്രയുടെ ഭാഗമായി പല സ്ഥലങ്ങളിലും നന്നായി പ്രസംഗിച്ചിരുന്നു. ഗവൺമെന്റിനെ വിമർശിച്ചു, കോൺഗ്രസിന്റെ നയം, പുതിയ പരിപാടികളൊക്കെ പറഞ്ഞിരുന്നു. ഈ സമയത്തൊക്കെ ഉണ്ടായിട്ടുള്ള ചില ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് അവർ പറഞ്ഞു. പക്ഷേ പ്രസംഗം മുഴുവനായി പരിശോധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ K സുധാകരൻ പറഞ്ഞ കാര്യങ്ങൾ, പ്രസംഗിച്ച കാര്യങ്ങൾ, പൊതുവായി പറഞ്ഞ കാര്യങ്ങളിൽ യാതൊരു തെറ്റുമില്ല. അത് വിമർശനത്തിന് വിധേയമാക്കേണ്ട കാര്യമില്ല. അതിൽ CPM-ന് പോലും തെറ്റ് കണ്ടുപിടിക്കേണ്ടി വന്നിട്ടില്ല. CPM-ന്റെ ഏതെങ്കിലും നേതാവ് താങ്കൾക്ക് യോജിപ്പുണ്ടോ? ബോധപൂർവമായ വിവാദത്തിന്റെ പേരിൽ ഒരിക്കലുമില്ല. പിണറായി വിജയനെ യോജിക്കാൻ കഴിയില്ല. കാരണം എന്താണ് അങ്ങനെ തോന്നുമെങ്കിൽ പിഴവെന്താണ് പറഞ്ഞു വരുന്നതിലെ? അല്ല, ഇതിൽ ഒരു യുക്തിയില്ലല്ലോ. കാരണം ഒരു പ്രസംഗത്തിലെ ഒരു ഭാഗം അടർത്തിയെടുത്തു പറഞ്ഞു എന്നുള്ള അദ്ദേഹം സ്വാഭാവികമായിട്ടും ഈ LDF സർക്കാരിനെതിരെയൊക്കെ പറഞ്ഞോട്ടെ. ഈ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നയങ്ങളും പരിപാടികളും ഒക്കെ അവർക്ക് പറയാം. പക്ഷെ ഇവിടെയുള്ള വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ പരാമർശത്തിന് എന്ത് യുക്തിയാണുള്ളത്? അതിന്റെ യുക്തി വേണമല്ലോ. ഒരു കാര്യം പറയുമ്പോൾ അതെന്തെങ്കിലും സാങ്കത്യം വേണം. ഇന്ന് നേരത്തെ അദ്ദേഹം പറഞ്ഞ ഇങ്ങനെ ഒരു മഹത്തായ ഒരു പാരമ്പര്യത്തിന്റെ കാര്യം പറയുമ്പോൾ ഇന്ന് അദ്ദേഹം പറഞ്ഞ ആ വ്യക്തിയെ, പിണറായിയുടെ പിതാവിനെ കുറിച്ച് ഇന്ന് പറഞ്ഞത് തേരാപ്പാരം നടക്കുകയായിരുന്നതാണ് ഒരു പ്രയോഗം നടത്തിയിട്ടുള്ളത്. സെയിം സംഭവം. ഈ പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. പിണറായി വിജയൻ ദീർഘകാലമായിട്ട്
CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം ദീർഘകാലമായിട്ട് ഇവിടെ പ്രവർത്തിച്ചു വരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് പൂർണ്ണമായിട്ടും പറയാം. മുഖ്യമന്ത്രിയുടെ ഓരോ പ്രവൃത്തിയെയും ഈ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള എല്ലാ കോൺഗ്രസ് നേതാക്കന്മാർക്കും ഓരോന്നും എടുത്തെടുത്തെടുത്ത് വിമർശിക്കാം. അതിന് പകരം വേറെ കുടുംബങ്ങളിലേക്ക് പോകുമ്പോഴാണ്, അത് ആരുടെയാണെങ്കിലും, ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിലേക്കോ രമേശ് ചെന്നിത്തലയുടെ കുടുംബത്തിലേക്കോ കെ സുധാകരന്റെ കുടുംബത്തിലേക്കോ പോകുമ്പോഴാണ് പ്രശ്നം. അവരുടെ തലമുറകളിലേക്ക് പോയിട്ട് ഒരാളെയും കെ സുധാകരന്റെ പിതാവ് ഇന്ന കാലത്ത് തേരാപ്പാര നടക്കുകയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ അത് നല്ല കാര്യമാണോ? സുധാകരനോട് പറയേണ്ട സുധാകരനുള്ള മറുപടി അത് ഞാൻ പറയാം, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കും പറയാം. ആ പ്രസക്തമായ കാര്യമാണ്. എന്തിനാണ് ഇപ്പോൾ ഇപ്പോഴല്ല ഈ കഴിഞ്ഞ ദിവസം സുധാകരൻ നടത്തിയ പ്രസംഗത്തിൽ എന്താണ് ഈ പറഞ്ഞ പരാമർശത്തിന്റെ രാഷ്ട്രീയ പ്രസക്തി, അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഒരു പ്രസക്തി എന്താണുള്ളത്? ഒന്നുമില്ല. അത് വ്യക്തിപരമായ അധിക്ഷേപമാണ്. എന്നിട്ട് ആ വാക്ക് നുള്ളിപ്പൊളിച്ചിട്ട് ഇന്ന വാക്കിൽ എന്താണ് മാന്യത കുറവ്, ഇന്ന വാക്കിൽ എവിടെയാണ് അസഭ്യം എന്നൊക്കെ രീതിയിൽ ചോദിച്ചിട്ട് കാര്യമില്ല. അതാണ് ഞാൻ നേരത്തെ ശ്രീ സജീവൻ, ഒരു പരിധിക്കപ്പുറം അതേക്കുറിച്ചും കെ സുധാകരന്റെ നിലപാടുകളെ കുറിച്ചും ചർച്ച ചെയ്യുന്നതിൽ പോലും അർത്ഥമില്ല എന്നുള്ള ഒരു പൊതു സാഹചര്യം ഉണ്ടല്ലോ. പക്ഷെ ഇവിടെ ആരൊക്കെയാണ് സീറോ ഫിഗർ ആയി പോയത്? ഉമ്മൻചാണ്ടിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഈ നാട്ടിലില്ലായിരുന്നു എന്നാണ്. ഇതിൽ പരം ഏറ്റവും നല്ലൊരു പ്രതികരണം വേറെ എവിടെയാണ് കിട്ടുക? ഞാനിവിടെ ഇല്ലായിരുന്നു, നാട്ടിലില്ലായിരുന്നു. രമേശ് ചെന്നിത്തല എന്ന പ്രതിപക്ഷ നേതാവ് ആദ്യം ഒന്ന് പറയുന്നു, ഇന്ന് തിരുത്തി വളരെ കൃത്യമായി നിലപാട് മാറ്റുന്നു. ഷാനിമോൾ ഉസ്മാന് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം ഒരു സാഹചര്യം സൃഷ്ടിക്കുമ്പോൾ അവർക്ക് ഇതിന്ന് മാപ്പ് പറഞ്ഞ് സുധാകരനോട് മാപ്പ് പറയേണ്ടി വരികയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ സീറോ ഫിഗർ ആയി പോയത് ആരാണ്? തീർച്ചയായിട്ടും വ്യക്തിയേക്കാൾ കൂടുതൽ പ്രസ്ഥാനമാണ് ഇവിടെ സീറോ ഫിഗർ ആയിട്ട് മാറുന്നത്. കോൺഗ്രസ് എന്ന പ്രസ്ഥാനം അതിന് കുറെ, ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, രാഹുൽ ഗാന്ധി, നമ്മൾ പഴയ നെഹ്റുവിന്റെ കാലത്തേക്കൊന്നും വേണ്ട, രാഹുൽ ഗാന്ധി തിരുത്തിയിട്ടുണ്ട്. ആ പരാമർശം ശരിയല്ല എന്ന് പറഞ്ഞ് തിരുത്തിയ ആളാണ് രാഹുൽ ഗാന്ധി. ആ പാരമ്പര്യമെങ്കിലും, ആ ഒരു മഹനീയമായിട്ടുള്ള മാതൃകയെങ്കിലും ഇവരൊക്കെ മനസ്സിലാക്കണ്ടേ? ഒരു തെറ്റൊരാളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ തിരുത്തേണ്ടതാണ്. ആ തിരുത്തുക തന്നെയാണ് വേണ്ടത്. അതിൽ കയറി പിടിക്കും, അദ്ദേഹം പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല എന്ന് പറയുകയും ഞാൻ മാവിലായിക്കാരനാണെന്ന് പറയുകയൊക്കെ ചെയ്യുന്ന രീതി, അത് പറയുന്ന ആളുകൾക്ക് പറഞ്ഞ് ന്യായീകരിക്കാം. പക്ഷെ കേൾക്കുന്ന ആളുകൾ അത് അതേപടി വിഴുങ്ങണമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അത് പൂർണ്ണമായിട്ട് തെറ്റാണ്. അങ്ങനെ ഒരിക്കൽ പോലും രാഷ്ട്രീയ നേതാക്കന്മാർ പറയരുത്. കാരണം ഇതിൽ നേട്ടമുണ്ടാക്കിയത് ആരാണെന്ന് കൂടി നമ്മൾ നോക്കണം. ഈ ഒരു പരാമർശം എടുത്തുകൊണ്ട് ഇപ്പോൾ കെ സുരേന്ദ്രനല്ലേ രംഗത്ത് വന്നിട്ടുള്ളത്. അവർക്ക് മൈലേജ് കിട്ടി. ഇതാ സുധാകരൻ ഇപ്പൊ പറഞ്ഞിരിക്കും, സുധാകരൻ ഏതാണ്ട് അവരുടെ പക്ഷത്താണ് എന്ന് പറയും. പിന്നൊരു നേട്ടം ഉണ്ടാക്കേണ്ടത് LDF ആണ്. കാരണം ഈ രണ്ട് തൂവൽ പക്ഷികളെയും ഒരുമിച്ച് കാണിച്ചു കൊടുക്കാൻ അവസരം കിട്ടി എന്നുള്ളതാണ് ശരിക്കും LDFന് കിട്ടിയിട്ടുള്ളൊരു അതായത് സജീവന്റെ നിരീക്ഷണം നേരത്തെ മെത്രാപ്പൊലിത്ത ഗീവർഗീസ് മാർ കൂർലോസ് പറഞ്ഞതുപോലെ ഇത് ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള മതിപ്പ് പൊതുവെ കൂടുന്നതിന് അദ്ദേഹത്തിന്റെ വൈകിട്ടത്തെ പ്രതികരണമൊക്കെ വരുന്നൊരു സാഹചര്യത്തിൽ ഇത് കോൺഗ്രസിന് നഷ്ടക്കച്ചവടമായി തീരുന്നൊരു പരാമർശവും നടപടിയുമായി പോയോ? പ്രത്യേകിച്ചൊരു ഐശ്വര്യ കേരള യാത്രയിലാണ് സംഭവിച്ചത്. ഒരു ചുരുക്കം നിരീക്ഷണത്തിലേക്ക്, ഒരു ചെറിയ പ്രതികരണത്തിലേക്ക് ശ്രീ സജീവൻ. തീർച്ചയായും ഇത് തീർച്ചയായിട്ടും അത് കോൺഗ്രസിന്റെ നഷ്ടക്കച്ചവടമാണ്. സുധാകരനെ എങ്ങനെയൊക്കെ ന്യായീകരിച്ചു കഴിഞ്ഞാലും ഇപ്പൊ ഇന്ന് മുഖ്യമന്ത്രി ചടുത്ത് പറഞ്ഞാൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രതികരണം അത് കേൾക്കുമ്പോൾ തന്നെ എത്ര മാറി. അദ്ദേഹം നേരെ തിരിച്ച് സുധാകരന് ഇതേ നാണയത്തുള്ള മറുപടി കൊടുത്തിരുന്നെങ്കിൽ പൂർണ്ണമായിട്ടും മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ തകരുമായിരുന്നു. ഇതിപ്പോ മുഖ്യമന്ത്രി അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഉള്ളൊരു അതിൽ പിന്നെ ഒന്നുമില്ല. സുധാകരന് മറുപടിയില്ല. മറുപടി അദ്ദേഹം കൊടുക്കുന്നത് ജനങ്ങൾക്കാണ്. അതിൽ അഭിമാനം കൊള്ളുന്നു പറയുമ്പോൾ ഇതാ ഇങ്ങനെയുള്ള പരാമർശങ്ങളെ ഞാൻ തൃണവൽഗണിക്കുന്നു, ഞാൻ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്ന ഒരു അത് നല്ല മൈലേജ് ആണ് മുഖ്യമന്ത്രിക്ക് ഉണ്ടായിട്ടുള്ളത്. അത് LDFന് അതിന് ഈ മൈലേജ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ശ്രീ NN കൃഷ്ണദാസ്, നേരത്തെ ശ്രീ എബി കുര്യാക്കോസ് പറഞ്ഞത് രമേശ് ചെന്നിത്തലയുടെ തന്നെ വാചകങ്ങളെ കടമെടുത്തുകൊണ്ടുള്ള വിശദീകരണമാണ് അദ്ദേഹം നടത്തിയത്. നമ്മൾ എല്ലാവരും ചർച്ച ചെയ്യുന്നവർ ഇന്നലെ ചർച്ചയുണ്ടായിരുന്നു, എല്ലാ മാധ്യമങ്ങളും വലിയ ഗൗരവമായി വിഷയമെടുത്തു. ഇന്നലെ ഇതൊരു തെറ്റായിരുന്നു കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച്, ഇന്ന് കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച് അതൊരു ശരിയാണ്. അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും മാറിക്കൊള്ളണം, അതോടെ വിവാദം അവസാനിച്ചു, എല്ലാം കോംപ്ലിമെൻറ്റ്സ് ആക്കി എന്ന മട്ടിലൊരു സിനിമയിൽ പറയുന്നത് പോലെ ഉള്ളൊരു നിലപാടാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ എടുക്കുന്നത്. പക്ഷേ ആളുകൾക്ക് അങ്ങനെ മാറാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം ബാക്കിയായി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അതിലെ പല കാര്യങ്ങളും
ഒരുപാട് ആലോചിക്കേണ്ടി വരും. ഇന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞ ഒരു സെൻറ്റൻസ് വളരെ ശ്രദ്ധേയമാണ്. സുധാകരൻ കോൺഗ്രസിന് അസറ്റാണ്, നമ്മൾ കേട്ടതാണ്. അടുത്ത സെൻറ്റൻസാണ്, അനുയായി വൃന്ദമുള്ള നേതാവാണ്. പിന്നെ എങ്ങനെ വിമർശിക്കും? ശ്രീകൃഷ്ണദാസ്. ഞാൻ നേരത്തെ ഇപ്പോൾ ശരത്ത് ഈ പറഞ്ഞ കാര്യം ആയിരുന്നു ഞാൻ നേരത്തെ വ്യക്തമാക്കിയത്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ്സിന് അതിൻ്റെ ഒരു പൊതു സമീപനം രേഖപ്പെടുത്താനോ സമൂഹത്തിൻ്റെ മുമ്പിൽ അവരുടെ പൊതു നിലപാട് ഒരുമിച്ച് പ്രഖ്യാപിക്കാനോ സാധിക്കാത്ത വിധത്തിൽ കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ ദുർബലമായിരിക്കുന്നു എന്ന് ഞങ്ങൾ പറയുന്നതിന് സാധൂകരിക്കുന്ന അവസാനത്തെ തെളിവും യാഥാർത്ഥ്യവുമായിട്ട് ഇത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. ഒരു ദിവസം കോൺഗ്രസിൻ്റെ നേതാക്കൾ നടത്തിയത് ആരും ആലോചിച്ചില്ല, സ്വാഭാവിക പ്രതികരണങ്ങളാണ്. എപ്പോഴും സ്വാഭാവിക പ്രതികരണങ്ങൾക്കാണ് ജെന്യൂനിറ്റി കൂടുക. അത് കഴിഞ്ഞ ഉടനെ അവർ അയ്യോ എന്നെ മാപ്പാക്കണം, ഞാൻ മാപ്പ് ചോദിക്കുന്നു, എനിക്ക് തെറ്റുപറ്റി എന്നൊക്കെ അവർ പറയുക. പ്രതിപക്ഷ നേതാവിനെ പോലെ, പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സംഘടനാ നേതാവ് മാത്രമല്ല, കോൺഗ്രസിൻ്റെ കേരളത്തിലെ UDFൻ്റെ രാഷ്ട്രീയ നേതൃത്വമാണ് പ്രതിപക്ഷ നേതാവ്. അപ്പോൾ ആ പ്രതിപക്ഷ നേതാവ് പോലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാറ്റി പറയുന്നു. ഇപ്പോൾ ജനങ്ങളുടെ ഇടയിൽ അവിശ്വസിക്കപ്പെടുകയാണ് ഇവർ ഇന്ന് പറയുന്നത് നാളെ പറയുന്നില്ല. ഇങ്ങനെ അവിശ്വസിക്കപ്പെടുന്ന, ജനങ്ങളുടെ മുമ്പിൽ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു ആൾക്കൂട്ടമായി പരസ്പരം വെല്ലുവിളിക്കുകയും പരസ്പരം തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരു യോജിപ്പില്ലാത്ത ആൾക്കൂട്ടമായി, കലവില കൂട്ടുന്ന ആൾക്കൂട്ടമായി കേരളത്തിലെ UDF മാറുന്നു എന്ന് ഞങ്ങൾ പറയുന്നതിൻ്റെ അവസാനത്തെ തെളിവാണിത്. ഇനി രണ്ടാമത്തെ കാര്യം കൂടി ഞാൻ ശരത്ത് പറഞ്ഞതിനെ എനിക്ക് സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്ത് പറയാനുള്ളത്, LDFനെ രാഷ്ട്രീയമായിട്ട് നേരിടാനുള്ള കരുത്ത് UDFന് എന്നോ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. LDF മുമ്പിലേക്ക് വെക്കുന്ന രാഷ്ട്രീയം, LDF മുമ്പിലേക്ക് വെക്കുന്ന കേരളത്തിൻ്റെ പുരോഗതിയെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചാ വിഷയങ്ങൾ എങ്ങനെയായിരിക്കണം നാളത്തെ കേരളം, ഈ വക കാര്യങ്ങളിൽ ഒന്നും അഭിപ്രായം പറയും. എന്തിനധികം ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി പറയുന്നു, കേരള ഗവൺമെൻറ്റിനെതിരായി പ്രതിപക്ഷത്തു നിന്ന് കൺസ്ട്രക്റ്റീവായിട്ടുള്ളൊരു ക്രിറ്റിസിസം പോലും നടത്താൻ സാധിക്കുന്നില്ല. ഇവർ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം നടത്തുന്ന ഒപ്പോസിഷൻ അല്ല കേരളത്തിൽ, വെറും പരദൂഷണ കമ്പനിയായി കേരളത്തിലെ UDF മാറുകയാണ്. ക്രിറ്റിസിസവും പരദൂഷണവും രണ്ടാണ്. ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കാനാണ് ഞാൻ പറയുന്നത്. ഇത് പരദൂഷണ സംഘമാണ് കേരളത്തിലെ UDF. LDF ഗവൺമെന്റിനെതിരായി ക്രിയാത്മകമായിട്ടുള്ള, നിർമ്മാണാത്മകമായിട്ടുള്ള ഒരു വിമർശനം ഈ സർക്കാരോ LDF ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിനെതിരായിട്ടോ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം നടത്താനുള്ള ആത്മബലം നഷ്ടപ്പെട്ട ഒരു സംഭവമായി കേരളത്തിലെ UDF മാറി. അവർക്ക് LDFനെ നേരിടാൻ സാധിക്കുന്നില്ല, രാഷ്ട്രീയമായിട്ട് പറ്റുന്നില്ല. കേരളത്തിന്റെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി കേരള ഗവൺമെന്റ് മുമ്പിലേക്ക് വെക്കുന്ന അജണ്ടയെ സംബന്ധിച്ച് അഭിപ്രായം പറയാൻ സാധിക്കുന്നില്ല. എന്നാൽ ഇത് കേൾക്കുന്ന പൊതുസമൂഹത്തോട് ശരത്തെ ഞാൻ ഈ ഡിബേറ്റിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾക്ക് സമയമില്ല ഇവരുടെ പരദൂഷണങ്ങൾ കേൾക്കാൻ. ഞങ്ങൾക്ക് ഈ ഇന്നത്തെ കേരളത്തെ ഇനിയും മുമ്പിലേക്ക് നയിക്കണം. എന്താണോ ഇന്ന് ആധുനിക സമൂഹം ആഗ്രഹിക്കുന്നത്, എന്താണ് കേരളീയ സമൂഹത്തിൻ്റെ ആസ്പിറേഷൻസ്, എന്താണ് പൊതുസമൂഹം കേരളത്തെക്കുറിച്ച് വിഭാവനം ചെയ്യുന്നത്, അവരുടെ എല്ലാ സങ്കല്പങ്ങളെയും കോർത്തിണക്കി ഈ ഭൂമുഖത്ത് മനുഷ്യന് ലഭ്യമാവുന്ന എല്ലാ ജീവിത സൗകര്യങ്ങളും ഏറ്റവും പാവപ്പെട്ട കേരളീയനും ലഭ്യമാക്കാൻ, അതിന് കേരളത്തെ വികസിപ്പിച്ചെടുക്കാനും അതിന് പറ്റുന്ന ഒരു സമൂഹം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാണ് ഞങ്ങൾ. ആ തിരക്കിൽ ഞങ്ങൾ പരിശ്രമിക്കുമ്പോൾ ഇവര് പരദൂഷണം പറഞ്ഞു കിടക്കുകയാണ്. വെറും പരദൂഷണ കമ്പനിയായി കേരളത്തിലെ പ്രതിപക്ഷം മാറിയിരിക്കുന്നു എന്നതിന് ഇതിനേക്കാളും വലിയൊരു തെളിവിന് ഞങ്ങൾക്ക് പറയാനുണ്ടോ? അതുകൊണ്ട് പരദൂഷണം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കേരളത്തിൽ ഇപ്പോൾ വന്നിട്ടുള്ള രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തും വന്നിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള ഒരു സ്റ്റെപ്പ്, ഒരു മുന്നേറ്റം കേരളം നെഗറ്റീവ് രാഷ്ട്രീയം അംഗീകരിക്കുന്നില്ല. കേരളത്തിന് ഇന്നത്തെ കാലത്ത് ആധുനിക കേരളം, പൊതുസമൂഹം, ഈ പുതിയ തലമുറ ആ പുതിയ തലമുറയെ അഡ്രസ്സ് ചെയ്യണം. ആ പുതിയ തലമുറയെ അഡ്രസ്സ് ചെയ്യുമ്പോഴേ UDFന് അത് മനസ്സിലാവൂ. നെഗറ്റീവ് പൊളിറ്റിക്സ് അവർ അംഗീകരിക്കുന്നില്ല, പോസിറ്റീവ് പൊളിറ്റിക്സ്. ആ പോസിറ്റീവ് പൊളിറ്റിക്സ് ആണ് ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. അതിൻ്റെ മുമ്പിൽ പതറുകയാണ് UDF. അപ്പോൾ BJPയെ കൂടി കൂട്ടുപിടിക്കുകയാണ്. BJP UDFും കൂടി കേരളത്തെ നെഗറ്റീവ് പൊളിറ്റിക്സിലേക്ക് പിന്തിരിപ്പിക്കാനാണ് പരിശ്രമിക്കുന്നത്. ജനങ്ങൾ അത് വിട്ടുകൊടുക്കില്ല. അതുകൊണ്ടാണ് ഈ പരദൂഷണത്തിലൊന്നും കേരളത്തിലെ ജനങ്ങൾ വീണുപോകാത്തത്.
ഞാൻ ശ്രീ എബി കുര്യാക്കോസ് താങ്കളിലേക്കാണ് വരുന്നത്. എന്തുകൊണ്ട് സുധാകരൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു? അതിനെ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പിന്തുണയ്ക്കേണ്ട ഒരു നിർബന്ധിതമായ അവസ്ഥയിലേക്ക്, ഒരു ഗതികേടിലേക്ക് കോൺഗ്രസ് നേതാക്കൾ പോകുന്നു? ഈ ചർച്ചയിൽ ശ്രീ കൃഷ്ണദാസ് ഉന്നയിച്ച ഗൗരവമുള്ളൊരു ആരോപണമുണ്ട്. ബി ജെ പിയിലേക്ക് കെ സുധാകരനിട്ട പാലം, അതിനെ കോൺഗ്രസ് നേതാക്കൾ ഭയക്കുന്നു. ഇന്നലെ എതിർത്ത നേതാക്കൾക്ക് ഇന്ന് അനുകൂലിക്കേണ്ടി വന്നത് ഇല്ലെങ്കിൽ കെ സുധാകരൻ ബി ജെ പിയുടെ നടപടി കണ്ടതല്ലേ? ഇന്നലെ നിങ്ങൾ എതിർത്തുവെങ്കിൽ ഇന്നലെ തന്നെ ബി ജെ പി കെ സുധാകരനെ പിന്തുണച്ചു. അപ്പോൾ അത്തരമൊരു ബന്ധവും പാലവും വർക്കൗട്ട് ആകരുത് എന്നൊരു ചിന്തയും ആശങ്കയും നിങ്ങൾക്ക് സംഭവിച്ചോ? ഇത് ചിന്തിക്കുമ്പോൾ ഇത് പൊടുന്നനവേ ഉണ്ടായതല്ലല്ലോ. ഇതിന് വഴിവെക്കുന്ന പരാമർശങ്ങൾ കെ സുധാകരനിൽ നിന്ന് തന്നെ പണ്ടുണ്ടായിട്ടില്ലേ? അധികകാലമാകും മുമ്പ്. കാണാം നമുക്കൊന്ന്. എൻ്റെ അടുത്ത് പല ദൂതന്മാരും വന്നിരുന്നു, സംസാരിച്ചു എന്നുള്ളത് സത്യമാണ്. എനിക്ക് ആദ്യം വന്ന് ബി ജെ പിയുടെ ഒരു നേതാവ്, നമ്മുടെ ഈ സംസ്ഥാന ഇവിടെ ചാർജുള്ള ചെന്നൈയിലെ രാജ ടി രാജ, അദ്ദേഹം കാണാൻ വേണ്ടി താല്പര്യമുണ്ട്, കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് അമിത്ഷായെ കാണാൻ താല്പര്യമുണ്ടോ ചോദിച്ചിട്ട് എന്നോട് കണ്ണൂരിൽ തന്നെയുള്ളൊരു ബി ജെ പി നേതാവ് എന്നെ ബന്ധപ്പെട്ടിരുന്നു. എനിക്ക് ബി ജെ പിയെ യോജിച്ചു പോകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നിയാൽ ഐ വിൽ ഗോ വിത്ത് ബി ജെ പി. അത് തർക്കം അതിന് ആരും ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അതെന്റെ വിഷനാണ്, എന്റെ കാഴ്ചപ്പാടാണ്. എബി കുര്യാക്കോസ്, ഇത് കെ സുധാകരൻ മുൻപ് പറഞ്ഞതാണ്. എനിക്ക് ബി ജെ പിയുമായി സഹകരിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ പോകും, എനിക്കാരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. താങ്കൾ പറയും ഇതും അടർത്തി മാറ്റി. ഓരോ വാചകവും പ്രയോഗിക്കുന്ന നേതാവിന് ഉത്തരവാദിത്വമുണ്ട് സാർ. അതെ, അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം ശരത്ത് പറഞ്ഞതല്ല. ഒരു കാരണവശാലും ദൂതന്മാർ വീട്ടിനകത്ത് കയറി എന്ന് പറഞ്ഞൊരു നേതാവിന്റെ വാക്കാണ് നമ്മൾ കേട്ടത്. ബി ജെ പിയുമായി എനിക്ക് ഞാൻ പറയട്ടെ, ശരത്ത് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞല്ലോ, നിഷ്പക്ഷനായിട്ടിരിക്കേണ്ടതല്ലേ? ഞാൻ പറയട്ടെ, അതിന്റെ അർത്ഥം എന്താ? ഒരു കാരണവശാലും ബി ജെ പിയുടെ ആശയങ്ങളോടോ ബി ജെ പിയോടോ യോജിക്കാൻ കഴിയുന്ന ആളല്ല. ആ വർഗീയ പ്രസ്ഥാനത്തെ എതിർക്കുന്ന ആളാണ്, മുന്നണിയിൽ നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ ബി ജെ പിയിൽ പോകുമെന്നൊക്കെ CPM പ്രചരിപ്പിച്ചാൽ അത് അസ്ഥാനത്താണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകാം, ഒരു പരീക്ഷണം നടത്താമെന്ന് ബി ജെ പിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? മുല്ലപ്പള്ളിയുടെ പിതാവിനെ ആക്ഷേപിച്ചു, രമ്യ ഹരിദാസിനെ ആക്ഷേപിച്ചു, ഒരു ബിഷപ്പിനെ ആക്ഷേപിച്ചു, NK പ്രേമേന്ദ്രനെ ആക്ഷേപിച്ചു, മാധ്യമ പ്രവർത്തകരെ അടക്കം ആക്ഷേപിച്ചു, മരിച്ച രക്തസാക്ഷിയായ ചന്ദ്രശേഖരനെ കൊലംകുത്തി എന്ന് വിളിച്ച് എല്ലാം ചെയ്ത ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ മഹത്വമുള്ള ആളാണെന്ന് നിങ്ങളൊക്കെ പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വരികയാണ്. കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തിട്ട് ഇന്ന് അദ്ദേഹം മാന്യമായ ഒരു പ്രതികരണം നടത്തി. എന്താണെന്ന് അറിയാമോ? അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്. കേരളത്തിൽ ഒരു പക്ഷേ തുടർഭരണം വന്നാലോ, മെയ് മാസം തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, ജൂൺ മാസത്തിൽ ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയന്റെ പ്രതികരണം ഇത് സംബന്ധിച്ച് അന്ന് നമുക്ക് കാണാം. കേരളത്തിൽ ഇന്ന് UDF ഉന്നയിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളോടാണ് പറയുന്നത്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. അതിനുള്ള മറുപടി ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ടായി പറയും. കോവിഡിന്റെ കാലത്ത് ഇവർ കേസെടുത്തിട്ട്, ഇത്രയും കേസെടുത്തിട്ട് 10,000ങ്ങളാണ് UDFന്റെ ജാഥയിൽ വരുന്നത്. എവിടെ അതൊക്കെ എന്താ കാണാതെ പോകുന്നത്? അതിനൊക്കെയല്ലേ മറുപടി പറയേണ്ടത്? കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഇതുവരെ കോൺഗ്രസ് ഒന്നും പറഞ്ഞില്ല, നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഒന്നും പറഞ്ഞില്ല, കോടതികളുടെ നിരീക്ഷണം ഒന്നുമില്ല. ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഇതൊന്നും മാജിക് കേരളമല്ല, ഇത് ജനാധിപത്യ കേരളമാണ്. ഓർമ്മയിൽ ഇരിക്കുന്നത് നല്ലതാണ്. ശരി, ഇവിടെ എനിക്ക് അതിനെക്കുറിച്ച് മറുപടി പറയാം. ശരി, ഞാൻ ശ്രീ എബി കുര്യാക്കോസിനോട് അതേക്കുറിച്ച് ഞാൻ ഇനി ഒന്നും ചോദിക്കുന്നുമില്ല. കാരണം ഇന്ന് ശ്രീ കെ സുധാകരൻ ചെയ്തതുപോലെ തന്നെയാണ് താങ്കൾ ചെയ്തത്. ഇന്ന് ഡൽഹിയിൽ വെച്ച് താങ്കൾ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നൊക്കെയാണല്ലോ കേൾക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കേൾക്കാത്ത പോലെ ഒഴിഞ്ഞു മാറി പോവുകയാണ് ചെയ്തത്. എൻ്റെ ചോദ്യത്തിനും ശ്രീ എബി കുര്യാക്കോസ് ആ ശൈലിയാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ആവർത്തിച്ച് ചോദിച്ചിട്ട് നമ്മുടെ സമയം കളയാം എന്നുള്ളതല്ലാതെ അതിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എൻ്റെ സംശയം ഇപ്പോഴും ഈ വീട്ടിനുള്ളിലേക്കൊരു വളരെ പ്രമുഖനായിട്ടുള്ള ഈ തൊട്ടടുത്ത ഭാവിയിൽ KPCC പ്രസിഡന്റ് വരെ ആകാമെന്ന ആളുകൾ ധരിച്ചൊരു നേതാവിൻ്റെ വീട്ടിലേക്ക് രാഷ്ട്രീയ എതിരാളിക്ക് ദൂതനെ അയക്കാൻ കഴിയുന്നുവെങ്കിൽ അതെന്താണ് അതിൻ്റെ ഗുട്ടൻസ് എന്ന് ഇപ്പോഴും അവ്യക്തമാണ്, അജ്ഞാതമാണ്. ശ്രീ സജീവൻ, BJP പാലം, ശ്രീ കൃഷ്ണദാസിൻ്റെ ആരോപണം, മാസങ്ങൾക്ക് മുമ്പ് കെ സുധാകരൻ തന്നെ നടത്തിയിട്ടുള്ള പരാമർശത്തിൻ്റെ ഒരു ഭാഗം നമ്മളിപ്പോൾ കേട്ടത്, ഇപ്പോൾ BJP പെരുമാറിക്കൊണ്ടിരിക്കുന്നത്, പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാം നിഷ്കളങ്കമാണല്ലോ. BJPയുടെ നിലപാട് നമുക്ക് കൃത്യമായിട്ട് അറിയാം. BJP ഓരോ സംസ്ഥാനത്തും അവിടെ നിന്ന് ഇളക്കിയെടുക്കാവുന്ന നേതാക്കന്മാർ ഏതൊക്കെ കോൺഗ്രസിലുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടികളിലൊക്കെ
തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളതിൽ ബംഗാൾ നമ്മൾ കണ്ടതാണ്. ഇവിടെ ഏറ്റവും ഒടുവിൽ താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ പുതുച്ചേരി. ഇവിടെ BJP നോക്കി വെച്ചിരിക്കുന്ന ഒരു നേതാവാണോ കെ സുധാകരൻ സാഹചര്യങ്ങൾ നിരീക്ഷിക്കുമ്പോൾ? അല്ല, ശരത്ത്, ഞാൻ നിരീക്ഷിക്കേണ്ട കാര്യമില്ല. സുധാകരൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു, അദ്ദേഹത്തിനെ കാണാൻ ഈ അമിത്ഷാക്ക് പോലും താല്പര്യമുണ്ട് എന്ന് എന്റെ നേതാക്കന്മാർ പറയുന്നു. കണ്ടോ ഇല്ലേ, എത്ര തവണ കണ്ടിട്ടുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്നുള്ള മാത്രമാണ് പുറത്തു വരാൻ സുധാകരൻ പറയാത്തത്. സുധാകരൻ തന്നെ സമ്മതിച്ചിരിക്കുന്നു, BJP നേതാക്കന്മാർ തന്നെ സമീപിച്ചിരുന്നുവെന്നും താനുമായിട്ട് ആശയവിനിമയം നടത്തിയിരുന്നുവെന്നും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. മറ്റൊരു കോൺഗ്രസ് നേതാവിനെ സമീപിച്ചായിട്ട് നമ്മൾ അങ്ങനെ സമീപിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഒരാൾ പറയുന്ന എന്നെ സമീപിച്ചു എന്ന് പറയുമ്പോൾ യാഥാർത്ഥ്യമാണല്ലോ. BJPക്കാർ സമീപിക്കുന്നത് ലോഹ്യം പറയാനല്ല എന്നുള്ള കാര്യം നമുക്ക് പുതുച്ചേരിയിൽ ഏറ്റവും ഒടുവിൽ ഉണ്ടായിട്ടുള്ള കാര്യം വെച്ചുകൊണ്ടെന്ന് അറിയാമല്ലോ. അവിടെ വളരെ 3 MLA-മാർ മാത്രമുള്ള BJP-യാണ് ഇപ്പോഴവിടെ ഭരണത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത്. അപ്പൊ അതിന് കോൺഗ്രസിന്റെ MLA-മാരെയൊക്കെ ചാക്കിട്ട് പിടിച്ചിട്ട് കൊണ്ടുപോകുന്ന ഏർപ്പാട്. അത് ഇതേപോലെ ഇവിടെ ഇപ്പൊ വേണമെങ്കിൽ സുധാകരനോട് നിയമം കാണിച്ചിട്ട് പോലും വേണമെങ്കിൽ അവർ വിലപേശിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. എന്തായാലും BJP അത് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. സുധാകരൻ പോകില്ല എന്നുള്ള കാര്യം വേറെ കാര്യം. എന്തായാലും അത് ആ നയം ദേശീയ തലത്തിൽ തന്നെ ഞങ്ങൾ ഇങ്ങനെ മറ്റു പാർട്ടികളുടെ ആളുകളെ ചാക്കിട്ട് പിടിക്കുമെന്ന് തെളിയിച്ച അത് അവർ ഒരു മറയുമില്ലാതെ മടിയുമില്ലാതെ പറയുന്ന ഒരു പാർട്ടി കേരളത്തിൽ സുധാകരനുമായിട്ട് ചർച്ച ചെയ്തു എന്ന് സുധാകരൻ തന്നെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കി ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇതാണ് സംശയം. ശ്രീ എബി കുര്യാക്കോസ്, ഒരു ചെറിയ പ്രതികരണം. പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ സ്ഥിതിയുടെ എന്താ നിങ്ങൾ വിലയിരുത്താത്തത്? കോൺഗ്രസ് പോണ്ടിച്ചേരി പോയി, ഇതെല്ലാം വെൽ സ്റ്റഡിയഡ് ആണല്ലോ. നിഷ്പക്ഷമായിട്ട് രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവര് പശ്ചിമ ബംഗാളിലെ കാര്യം പറ. CPM-ന്റെ ഇവിടെ ശ്രീ എബി കുര്യാക്കോസ്, നമ്മുടെ മുമ്പിൽ ഒരു വിഷയം പ്രകടമായിട്ടുണ്ടല്ലോ. കെ സുധാകരൻ BJP ബന്ധം പറഞ്ഞല്ലോ. പശ്ചിമ ബംഗാൾ, ത്രിപുര എന്നുള്ള വാക്യം ഉപയോഗിച്ചില്ലെങ്കിൽ പോലും പശ്ചിമ ബംഗാൾ ഞാൻ പറഞ്ഞതാണ്. അപ്പൊ അത് കോൺഗ്രസിന്റെ മാത്രമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീ എബി കുര്യാക്കോസ്, BJP സുധാകരൻ ബന്ധം കൂടുതൽ വെളിപ്പെട്ട സാഹചര്യമാണോ? പേപ്പട്ടിയാക്കി ചർച്ച നടത്തിയാൽ കാര്യമില്ല. കേരളം പ്രബുദ്ധ കേരളമാണ്. ശ്രീ എബി കുര്യാക്കോസ്, കെ സുധാകരൻ BJP ബന്ധം കൂടുതൽ വെളിപ്പെട്ട സാഹചര്യം കൂടിയാണോ ഇത്? ചോദ്യം. BJP കെ സുധാകരൻ ബന്ധം കൂടുതൽ വെളിപ്പെട്ട സാഹചര്യം കൂടിയാണോ ഇത്? കെ സുധാകരൻ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അതാണോ പരസ്യമായിട്ട് അദ്ദേഹം പറഞ്ഞത്? ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും എന്റെ നിലപാട് BJP-യോട് യോജിക്കുന്നതല്ല എന്ന് പരസ്യമായിട്ട് അദ്ദേഹം പറഞ്ഞാൽ അതെന്താ മുഖവിലേക്കെടുത്താൽ? അദ്ദേഹം ഇന്ന് കോൺഗ്രസിലല്ലേ? കോൺഗ്രസിന് വേണ്ടിയല്ലേ അദ്ദേഹം പ്രസംഗിക്കുന്നത്? UDF-ന് വേണ്ടിയല്ലേ അദ്ദേഹം പ്രവർത്തിക്കുന്നത്? അപ്പോൾ ഈ BJP ബന്ധം കെ സുധാകരൻ സ്വന്തം പാർട്ടിക്കകത്ത് വിലപേശാനായി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നിങ്ങളുടെ വേർഷൻ അല്ലേ? അതൊക്കെ ഒരു വളരെ എന്താ പറയുന്നത്, ബാലിശമായ ചില കാര്യങ്ങൾ. അതാണോ മുഖ്യമായ വിഷയം? ഇന്ന് അനുഭവങ്ങളിലേക്കൊന്ന് ആലോചിച്ച് നോക്കൂ ശ്രീ എബി കുര്യാക്കോസ്. അദ്ദേഹം KPCC വർക്കിംഗ് പ്രസിഡന്റ് ആകുന്നതിന് മുൻപുള്ള സാഹചര്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, അതിനുശേഷം കോൺഗ്രസ് അദ്ദേഹത്തിന് കൊടുത്ത പദവി, ഇപ്പോഴത്തെ ഘട്ടത്തിൽ അദ്ദേഹം പറയുമ്പോൾ അതിനെ ഭയക്കുന്ന മറ്റ് നേതാക്കൾ. അതാണ് ഞാൻ ചോദിച്ചത്. ഒന്നുകിൽ BJP-യുമായി ശ്രീകൃഷ്ണദാസ് പറഞ്ഞതുപോലെ ഒരു പാലം അദ്ദേഹം ഇട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് വിചാരിക്കണം, ഇല്ലെങ്കിൽ BJP-യുമായുള്ള നല്ല ബന്ധത്തെ ചൂണ്ടിക്കാട്ടി കോൺഗ്രസിനെ അദ്ദേഹം വിലപേശിക്കൊണ്ടിരിക്കുന്നു, ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. ഏതെങ്കിലും ഒന്നിനുള്ള നല്ല സാധ്യതയുണ്ട്. ഒരു വിലപേശലുമില്ല. കേരളത്തിൽ പിണറായി വിജയന്റെ ഭരണം അവസാനിപ്പിക്കണം. കോൺഗ്രസിനെയും UDF-നെയും അധികാരത്തിലേറ്റുന്നതിന് വേണ്ടി അഹോരാത്രം പണിപ്പെട്ട് കഷ്ടപ്പെട്ട് കോൺഗ്രസിനോടൊപ്പം അദ്ദേഹം നിൽക്കുന്നു. ശ്രീ പിണറായി വിജയന്റെ ഇപ്പോഴത്തെ ദൂർത്ത്, ശ്രീ സജീവൻ ഹെലികോപ്റ്ററിനെ തിരുമേനി ന്യായീകരിച്ചു. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. വാടകയ്ക്ക് ഇതിനുപയോഗിച്ച ഹെലികോപ്റ്റർ ഉപയോഗിച്ച സന്ദർഭങ്ങളുടെ വാടകയും മാസ വാടകയും തമ്മിൽ ഒന്ന് കണക്ക് കൂട്ടിക്കുകയും അജഗജാന്തര വ്യത്യാസമാണ്. ഇതിന്റെ 10-1 പണം പോലും വാടകയ്ക്കെടുത്ത് ഹെലികോപ്റ്റർ കൊണ്ടുപോയാലില്ല. കേരളത്തിലെ പൊതുസമൂഹം ഇതൊക്കെ കാണുകയും ചിന്തിക്കുകയും ചെയ്യുന്നവരാ. ഒരു ഹെലികോപ്റ്റർ എടുത്ത് തിരുവനന്തപുരത്ത് വാടകയ്ക്ക് ഇടണോ? എപ്പോൾ അത്യാവശ്യം പറഞ്ഞാലും ചീഫ് സെക്രട്ടറി ഒരു നോട്ട് കൊടുത്ത് ഒരു ഫോൺ ചെയ്താൽ അല്ലെങ്കിൽ പോലീസ് ഉപയോഗിച്ചാൽ അപ്പം ഒരു ഹെലികോപ്റ്റർ വരില്ലേ മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാൻ? അല്ലെങ്കിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ
മറ്റ് മെഡിക്കൽ ആവശ്യങ്ങൾക്ക് രോഗികളെ കൊണ്ടുപോകാൻ എപ്പോഴാ കിട്ടാത്തേ? ശ്രീ കൃഷ്ണദാസ്, അദ്ദേഹം ഞങ്ങൾ കമ്പയർ ചെയ്ത് വീണ്ടും ആ വിഷയത്തിലേക്ക് പോകുമ്പോൾ ഇതിൽ കോൺഗ്രസ് കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ചെത്തുകാരന്റെ മകൻ ഹെലികോപ്റ്ററിൽ കറങ്ങുന്നു എന്ന് പറയുന്ന ഭാഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശ്രീ എബി ചെയ്യുന്നത്, അല്ലെങ്കിൽ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്, ചെത്തുകാരന്റെ മകൻ ഹെലികോപ്റ്ററിൽ കറങ്ങുന്നു എന്ന് പറയുന്ന ആ പരാമർശത്തെ ആ നിലയിൽ ഓൺ ചെയ്യാതെ മാറ്റിവെക്കുകയും ഹെലികോപ്റ്ററിനെ മാത്രമായി ഒരു വിഷയത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു ഷിഫ്റ്റിംഗ് ആണ് സത്യത്തിൽ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഏറെക്കുറെ ശ്രീ സുധാകരൻ ശ്രമിച്ചതും അത് തന്നെയാണ്. ശ്രീ എബി, ആ നിലയിലുള്ളൊരു കോൺഗ്രസ് വെർഷനാണ് കൂടുതലായി പുതിയതായി നൽകാൻ ശ്രമിക്കുന്നത്. ശ്രീ കൃഷ്ണദാസ്, ഞാൻ നേരത്തെ മറുപടി പറഞ്ഞതാണ്. അതൊക്കെ വെറും പരദൂഷണം പറച്ചിലാണ് ഇത്, വെറും പരദൂഷണം. ഇപ്പോൾ ഇവർ, ഞാൻ ഒറ്റ കാര്യം ചെയ്തതിന് ഞാൻ വല്ലാതെ ദീർഘമായിട്ട് അത് പറയേണ്ട കാര്യമില്ല. ഈ പൊതുസമൂഹം കാണുന്നുണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് കുറേ കോൺഗ്രസ് നേതാക്കൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പൊതുസമൂഹം എന്ന് പറയുന്നത് ഇൻവെർട്ടഡ് കോമയിൽ ഞാനും ആവർത്തിക്കുന്നു, കേരളത്തിൻ്റെ പൊതുസമൂഹം തന്നെയാണ്. അവരെ ഒന്നും ആരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട. അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട എന്നുള്ളതിൻ്റെ തെളിവായിരുന്നു കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. 8 മാസം കേരളത്തിൽ നടത്തിയ സംഘടിത പരദൂഷണത്തെയാണ് കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞത്. അതാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം എന്നുള്ള ഇവർ ഓർക്കണം. ഇവിടെ കേരളത്തിൽ മുഖ്യമന്ത്രി ചെത്തുകാരൻ്റെ മകൻ ഹെലികോപ്റ്റർ പോണോ എന്ന് ചോദിച്ച് പഴയ ഒരു ജീർണതയുടെ സെൻറ്റിമെൻറ്റ്സ് ഉണർത്തിയെടുക്കാനായി ഇവർ ശ്രമിക്കുന്നത്. അതൊന്നും കേരളത്തിൽ വിലപ്പോവില്ല. ഇപ്പോൾ അവസാനം ഇന്ന് നേരത്തെ ഞാൻ അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ്, ഞാനതൊന്നും പറയാൻ ഉദ്ദേശിച്ചതല്ല, ശരത്ത് പറഞ്ഞതുപോലെ ഞാൻ ഈ പോയിന്റിൽ മാത്രം നിന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്, ഡിബേറ്റ് ചെയ്യാനാണ് വന്നത്. ഇത് ഇങ്ങനെ നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് ജോലി കൊടുക്കുന്നു, രാജേഷിൻ്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ഇത് കാണുന്ന പൊതുസമൂഹത്തോട് ഈ ആരോപണം ഉന്നയിക്കുന്നവരെ ചലഞ്ച് ചെയ്യുന്നു. MP രാജേഷിൻ്റെ ഭാര്യയ്ക്കുള്ള അയോഗ്യത എന്ത് ഇവർ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പറയട്ടെ. പിന്നെ നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിൽ വയ്ക്കുന്നുണ്ടായിരിക്കും, കമ്മ്യൂണിസ്റ്റുകാരുടെ വീട്ടിലെ അംഗങ്ങൾക്കോ കമ്മ്യൂണിസ്റ്റുകാരുടെ സഹോദരിമാർക്കോ സഹോദരന്മാർക്കോ അവരുടെ ഭാര്യമാർക്കോ മക്കൾക്കോ ജോലിയൊന്നും കേട്ടാൽ പള്ളി പോയി പറഞ്ഞാൽ മതി, മനസ്സിൽ വെച്ചാൽ മതി. അതൊക്കെ ഞങ്ങളുടെയൊക്കെ വീടുകളിൽ നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള കുട്ടികളുണ്ട്. അവർക്കൊക്കെ മറ്റ് അയോഗ്യതകളില്ലെങ്കിൽ ജോലി കിട്ടും കേരളത്തിൽ. അതിനൊക്കെ കണ്ണ് കടിച്ചാൽ നിങ്ങൾ വല്ല ചീനിമുളക് കണ്ണ് തേക്കുക എന്നുള്ളതല്ലാതെ ഒരു മാർഗവുമില്ല. ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ എന്ത് ബഹളം കൂട്ടിയിട്ടും കാര്യമില്ല. കമ്മ്യൂണിസ്റ്റുകാരുടെ വീട്ടിലൊക്കെ യോഗ്യരായിട്ടുള്ളവർക്കൊക്കെ ജോലി കിട്ടും കേരളത്തിൽ. കോൺഗ്രസ്സുകാർക്കും കിട്ടും, കമ്മ്യൂണിസ്റ്റുകാർക്കും കിട്ടും, BJPക്കാർക്കും കിട്ടും. നിങ്ങളിങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരുടെ വീട്ടിൽ ആർക്കെങ്കിലും ജോലി കിട്ടിയാൽ അതൊക്കെ അന്യായമായി കിട്ടി കേരളം തള്ളിക്കളഞ്ഞായത്. പണ്ട് എൻ്റെ സുഹൃത്ത്, ഞാൻ വളരെ സ്നേഹത്തോടു കൂടി പറയുന്നു, പണ്ട് ഇമ്പിച്ചാവ 67 ട്രാൻസ്പോർട്ട് മന്ത്രിയാകുമ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ്, നിങ്ങളുടെ ഇപ്പം ഇരിപ്പില്ലാത്ത പ്രതിപക്ഷ നേതാവ് നിയമസഭയെ പറഞ്ഞു, സിഗരറ്റ് പാക്കറ്റിൻ്റെ പിന്നാമ്പുറത്ത് എഴുതി കൊടുത്തു. അന്ന് ഇമ്പിച്ചാവ ചലഞ്ച് ചെയ്തു, അന്ന് നിയമസഭയുടെ രേഖയിലുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർക്ക് അയോഗ്യരായിട്ടുള്ളവർക്ക് ജോലി കൊടുത്തിട്ടുണ്ടെങ്കിൽ പറ, ഈ ജോലി കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ആളുകൾക്ക് സർക്കാർ സ്റ്റിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള അയോഗ്യതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറ, ഞാൻ ഈ മന്ത്രിസ്ഥാനം രാജിവെക്കാം. യോഗ്യത ഉണ്ടായിട്ടും കമ്മ്യൂണിസ്റ്റുകാർക്ക് ജോലി കൊടുത്തു എന്നുള്ളതാണ് നിങ്ങളുടെ വിയോജിപ്പ് എങ്കിൽ അതിനാണ് കേരളം ഞങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങൾ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് അനുഭാവമുള്ള കുടുംബങ്ങളെ മുഴുവൻ പോലീസ് വെരിഫിക്കേഷൻ്റെ പേരിൽ എല്ലാ സർക്കാർ ജോലികളിൽ നിന്നും അവരെ ആട്ടിപ്പാച്ച് നിർത്തിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ പോലീസ് വെരിഫിക്കേഷൻ ഞങ്ങൾ പിൻവലിക്കും, നിങ്ങൾ ഒഴിവാക്കി നിർത്തിയിരുന്നവരെ മുഴുവൻ ഞങ്ങൾ ജോലി കൊടുക്കുമെന്ന് ധീരമായി പറഞ്ഞ ഇമ്പിച്ചുവാവ എന്നൊരു മന്ത്രി ഉണ്ടായിരുന്നു കേരളത്തിൽ. അന്ന് അടങ്ങിയിരുന്നവരാ കോൺഗ്രസ്. ആ മറുപടി ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, മനസ്സിൽ വെച്ചാൽ മതി നിങ്ങളത്. അതൊന്നും നടക്കാൻ പോകുന്നില്ല. യോഗ്യരാണ് എങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ വീട്ടിലുള്ളവർക്കും കിട്ടും, BJPക്കാർക്കും കിട്ടും, കോൺഗ്രസ്സുകാർക്കും കിട്ടും. നിങ്ങളുടെ ഈ ആക്ഷേപത്തിന് മുമ്പിൽ ചൂളിപ്പോകുന്നവരല്ല ഞങ്ങൾ. നിങ്ങളെ ഞാൻ ചലഞ്ച് ചെയ്യുന്നു വീണ്ടും. എന്താണ് രാജേഷിന്റെ ഭാര്യയ്ക്കുള്ള അയോഗ്യത എന്നുള്ളത് പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു പറയാൻ അന്തസ്സുണ്ടെങ്കിൽ നിങ്ങളത് പറ, എന്താണ് അയോഗ്യത എന്നുള്ളത്. യോഗ്യത ഉണ്ടെങ്കിൽ കിട്ടിയിരിക്കും, ഇനിയും കൊടുക്കും. അതുകൊണ്ട് ഇമാതിരത്തെ പരദൂഷണം പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ നെഗറ്റീവ് രാഷ്ട്രീയം പരദൂഷണ കമ്പനിയായിട്ട് അധപ്പതിക്കരുത്. നിങ്ങൾക്ക് ജനം അതിന് മറുപടി തന്നതാണ്. ഇനിയെങ്കിലും നിങ്ങൾ ഈ പരദൂഷണം നിർത്തി
കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഡിബേറ്റിലേക്ക് പോവാം. അതാണ് എനിക്ക് UDF കണ്ടുകൊണ്ടിരിക്കുന്ന സമൂഹത്തും മുഖാന്തരം. ശ്രീ കൃഷ്ണദാസ് വളരെ വളരെ ശക്തമായ ഒരു നിലപാട് ഉന്നയിച്ചത് കൊണ്ട് നമ്മുടെ സമയം അവസാനിക്കുന്നതിന് മുമ്പ് ശ്രീ എബി ഒറ്റ മിനിറ്റ് അദ്ദേഹം ചലഞ്ച് ചെയ്തതുകൊണ്ടാണ് താങ്കളാണ് ആ വിഷയം എടുത്തിട്ടത്. യോഗ്യതയുള്ളവരെ നിയമിക്കുന്നതിന് ആർക്കും തടയാൻ പറ്റില്ല. സബ്ജക്ട് എക്സ്പേർട്ടാണ് രാജേഷിന്റെ ഭാര്യയുടെ കാര്യം പറഞ്ഞത്. പിന്നെ നിയമനം ഇപ്പൊ നടക്കുന്നത് കമൽ കൊടുത്ത കത്ത്, കമലിന്റെ കത്തിന്റെ മോഡൽ നിയമനം നടത്തരുത് ദയവായി. PSC ചലഞ്ച് ചെയ്താൽ തെളിയിക്കാനാകുമോ? വേറെ ഒന്നും തെളിയിക്കാനാകുമോ? ആര് വിചാരിച്ചാലും തടയാൻ പറ്റത്തില്ല. അത്ര ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ കേരളത്തിലെ യുവാക്കൾക്ക്, യോഗ്യതയുള്ളവർക്ക് വേണ്ടി. ഒരു ചലഞ്ചിനും വെല്ലുവിളിക്കും ഞങ്ങൾ വരുന്നില്ല. സബ്ജക്ട് എക്സ്പേർട്ട് ഫേസ്ബുക്കിലിട്ട ഒരു കാര്യമാണ് മാധ്യമങ്ങളിൽ വന്നത്. ഞാൻ ആ കാര്യം മാത്രമേ പരാമർശിച്ചിട്ടുള്ളൂ. അവർക്ക് യോഗ്യതയുണ്ടെങ്കിൽ നിയമിക്കട്ടെ. ഏതായാലും സബ്ജക്ട് എക്സ്പേർട്ട് ഫേസ്ബുക്കിലിട്ടത് മാത്രം വിശ്വസിച്ച് അത് മാത്രം ആധാരമാക്കി വന്ന ചില മാധ്യമ വാർത്തകളെയാണ് UDF എടുത്തുയർത്തുന്നത്. അതിനും അപ്പുറത്തേക്കുള്ള തലങ്ങൾ, ചില സംശയങ്ങൾ, ഈ സബ്ജക്ട് എക്സ്പേർട്ടിന്റെ തന്നെ താല്പര്യങ്ങൾ, ആ സബ്ജക്ട് എക്സ്പേർട്ട് എടുത്ത സ്ഥാപിത താല്പര്യം ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ എന്ന സംശയം ബോധിപ്പിക്കുന്ന രേഖ സഹിതമുള്ള വാർത്തകൾ സർ ഞങ്ങളും നൽകിയിട്ടുണ്ട്. ആ വാർത്തകൾ മറ്റൊരാളും ചെയ്യാത്തതും ഈ വിഷയത്തിൽ ഗൗരവത്തോടെ ഇതിൻ്റെ പിന്നിലത്തെ സ്ഥാപിത താല്പര്യങ്ങൾ, ഇങ്ങനെ ആരോപണം ഉന്നയിച്ചവരുടെ സ്ഥാപിത താല്പര്യങ്ങളെ തുറന്നു പരിശോധിക്കണം എന്ന നിലയ്ക്കാണ്. ഇന്നിപ്പോൾ നിനിത അതിൽ അന്വേഷണവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ചലഞ്ച് ഏറ്റെടുക്കാനില്ല ശ്രീ കൃഷ്ണദാസ്, നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. 1 മിനിറ്റ് താങ്കൾക്കും. അതായത് ഞാൻ ഒറ്റ കാര്യം എൻ്റെ പ്രിയ സുഹൃത്തിനോട് സ്നേഹപൂർവ്വം, ഇതിൽ വേറെ മറ്റ് വ്യക്തിപരമായിട്ട് തർക്കത്തിലേക്കല്ല പോകുന്നത്. ഈ സബ്ജക്ട് എക്സ്പെർട്ടിൻ്റെ അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലത്തെ സഹപ്രവർത്തകന്റെ ഭാര്യയെ അവിടെ ഇന്റർവ്യൂവിന് വരുമ്പോൾ മാന്യത ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹപ്രവർത്തകന്റെ ഭാര്യയാണ്, ടെമ്പററി ആയിട്ട് എൻ്റെ ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ സബ്ജക്ട് എക്സ്പെർട്ട് എന്നുള്ള നിലയ്ക്ക് ഈ ഇന്റർവ്യൂവിൽ ഇരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് ഒഴിയാനുള്ള മാന്യത ഈ സബ്ജക്ട് എക്സ്പെർട്ട് എന്തുകൊണ്ട് കാട്ടിയില്ല? അതല്ലേ മാന്യത? നിങ്ങൾ അതൊക്കെ അന്വേഷിക്കേ, എന്നിട്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ നേർക്ക് വിമർശനമായിട്ട് പോവാ. ഇതിന്റെ മുന്നിലൊന്നും ഞങ്ങൾ ചൂടാൻ പോകുന്നില്ല. വെറുതെ പരദൂഷണം പറഞ്ഞു നടക്കുക എന്നുള്ളതല്ലാതെ സബ്ജക്ട് എക്സ്പെർട്ടിനോട് ചോദിക്കേ, സ്വന്തം ഡിപ്പാർട്ട്മെന്റിൽ ഒപ്പം ജോലി ചെയ്യുന്ന സഹപ്രവർത്തകന്റെ ഭാര്യ അവിടെ ടെമ്പററി ആയിട്ട് ജോലി ചെയ്യുന്നവരാണോ സെക്കൻഡ് റാങ്കുകാരി? ഒരു സാധാരണഗതിയിൽ ഒരു സബ്ജക്ട് എക്സ്പെർട്ട് ഇന്റർവ്യൂ ബോർഡിലേക്ക് വരുമ്പോൾ എൻ്റെ ഒപ്പം ജോലി ചെയ്യുന്നവരുടെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഒപ്പം ജോലി ചെയ്യുന്നവർ അതിൽ കാൻഡിഡേറ്റ് ആണ് എങ്കിൽ ഞാൻ ഒഴിവാകും. ഈ മാന്യത അദ്ദേഹം ചെയ്തു എന്നുള്ളത് അന്വേഷിക്കുമെന്ന്. ഇതൊന്നായിട്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ മുമ്പിലേക്ക് വരണ്ട നിങ്ങൾ. ഞങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങളിൽ നിന്ന് ഒന്നും മറച്ചു വെക്കാനില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഞങ്ങള് ജീവിതം ഈ സമൂഹത്തിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി തയ്യാറായി കമ്മ്യൂണിസ്റ്റ് ആയവരാ, മരിക്കാൻ തയ്യാറായിട്ട്. പിന്നെ വേണ്ട ഒരു ജോലിക്ക് വേണ്ടിയിട്ട് തോന്നിയാസം ചെയ്യാൻ, അതൊക്കെ നിങ്ങളെ പോലുള്ളവര്. ജീവൻ കൊടുക്കാൻ തയ്യാറായിട്ട് കമ്മ്യൂണിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അതിൽ സാക്രിഫൈസ് ചെയ്യുന്ന നിങ്ങൾ വിചാരിക്കുന്നത്? അതൊന്നും വെറുതെ വിചാരിക്കേണ്ട, അതിനൊന്നും കോംപ്രമൈസ് ചെയ്യുന്നവരല്ല ഞങ്ങള്. മരിക്കാൻ തയ്യാറായി കമ്മ്യൂണിസ്റ്റ് ആയവരാ രാജേഷ് ഒക്കെ. ശ്രീ കൃഷ്ണദാസ്, നമ്മൾ കെ സുധാകരൻ്റെ സമീപനം, അതിലെ പോരായ്മകൾ, അതിലുയർന്ന നിലപാടുകളൊക്കെയാണ്, പ്രതികരണങ്ങളൊക്കെയാണ് ചർച്ചയ്ക്കെടുത്തത്. അവിടെ നിന്നാണ് ഈ വിഷയത്തിലേക്ക് എത്തിയത്. ശ്രീ എബി കുര്യാക്കോസ് ആ വിഷയം ഉന്നയിച്ചു, ശ്രീ കൃഷ്ണദാസ് അതിനുള്ള മറുപടി കൊടുത്തു. കൈരളി ന്യൂസ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ഒരു ഭാഗത്തു നിന്നും മാത്രം ഒരു ഫേസ്ബുക്ക്, അദ്ദേഹം പറഞ്ഞ ഒരു ഫേസ്ബുക്ക് കുറിപ്പിനെ ആധാരമാക്കി, സബ്ജക്ട് എക്സ്പെർട്ടിൻ്റെ കുറിപ്പിനെ ആധാരമാക്കി വാർത്തകളുമായി മുന്നോട്ട് പോയപ്പോൾ അതിനപ്പുറത്തേക്ക് ആ വിഷയത്തിൽ അന്വേഷിച്ചു പോയ ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട രേഖകൾ സഹിതം ചില വാർത്തകൾ ഇന്നിക്കാര്യത്തിൽ കൊടുത്തിരുന്നു. സബ്ജക്ട് എക്സ്പെർട്ടിൻ്റെ നടപടികൾ വളരെ ഗൗരവമായ പരിശോധനയ്ക്കും അന്വേഷണത്തിനും വിധേയമാകേണ്ടതുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന പല കാര്യങ്ങളും, അതിൻ്റെ ഗൗരവമുള്ള ചില വിഷയങ്ങളാണ്, ഇതുവരെ പുറത്തു വരാത്ത ചില വിവരങ്ങളാണ് ശ്രീ കൃഷ്ണദാസ് ഇപ്പോൾ ചർച്ചയിൽ മുന്നോട്ട് വെച്ചത്. ഗൗരവമായ അന്വേഷണം ആ വിഷയത്തിൽ വേണ്ടതുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ. കൈരളി ന്യൂസും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇന്ന് വൈകുന്നേരം വാർത്തയിൽ നൽകിയിരുന്നു, രേഖകൾ സഹിതം എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു. എല്ലാ അതിഥികൾക്കും വളരെയധികം നന്ദി ഞങ്ങളുമായി സഹകരിച്ചതിന്.